Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സന്തോഷമുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞു. जो खुश है वो हाथ उठाकर हालेलुया कहेंगे. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ये आशीषित अच्छे दिन के लिए मैं परमेश्वर पिता का धन्यवाद देता हूँ. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ക്രൂശിൻ്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर का न बदलने वाला वचन के साथ उस क्रूशित में संदेश के साथ यहाँ पर खड़े होने के लिए परमेश्वर ने सहायता की, इसलिए परमेश्वर को धन्यवाद देना चाहता हूँ. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ഹാർവസ്റ്റ് ഇൻലാൻഡ് മിഷൻ ചർച്ചിൻ്റെ അമരക്കാരനായിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ദൈവദാസൻ പാസ്റ്റർ ഫിന്നി യോഹന്നാൻ അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इस हार्वर्ड इंडियन मिशन के जो पास्टर अंकल है, जो मेरे बहुत खास और वे प्रिय है, पास्टर फिन्नी യോഹന്നാൻ को भी मैं धन्यवाद देना चाहता हूँ. അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ, മുതിർന്നവർ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. उनकी पत्नी, उनका परिवार, उनकी कलीसिया, हर एक व्यक्ति को मैं तहे दिल से मेरा धन्यवाद कहना चाहता हूँ. എനിക്കിന്ന് ഒത്തിരി സന്തോഷമുണ്ട് ഈ സഭയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ലഭിച്ച അവസരത്തിന്. मैं बहुत खुश हूँ कि मुझे इस कलीसिया पे आकर परमेश्वर का वचन बांटने के लिए एक ऐसा मौका परमेश्वर ने दिया. പ്രത്യേകിച്ച് പാസ്റ്റർ ഫിന്നി യോഹന്നാൻ, അദ്ദേഹവുമായിട്ട് ആസാദി ചാനലിലെ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. खास तौर से पास्टर फिन्नी अंकल के साथ यह ऐसी मुलाकात परमेश्वर ने दिया. पहली मुलाकात हमारी फ़ोन पे हुई थी गवाही कहने के लिए. ടു ബി വെരി ഫ്രാങ്ക്, അതിനു മുമ്പ് അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ആസാദി ചാനലിനെ പറ്റി എനിക്ക് അറിവില്ലായിരുന്നു. अगर मैं सच कहूँ तो जब तक मुझे कांटेक्ट नहीं किए थे तब तक मुझे इस आज़ादी चैनल के बारे में मैं जानता भी नहीं था. അദ്ദേഹം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു ചാനലിനെ പറ്റി യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്യുന്നത്. उन्होंने जब मुझे बुलाया तब मैंने सर्च किया इस यूट्यूब चैनल के बारे में. നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ അതിനകത്തൂടെ ഞാനും പിന്നീട് ശ്രവിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി. 100 से भी ऊपर गवाहियाँ फिर परमेश्वर ने मुझे भी सुनने का एक ऐसा मौका दिया है. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ ആ സമയത്ത് മറ്റൊരു സ്ഥലത്തൊരു വിസിറ്റിലായിരിക്കുമ്പോൾ ഞങ്ങൾ അതിനുള്ള ഡേറ്റ് ക്രമീകരിച്ചു. അപ്രകാരം ഒരു വീഡിയോ തൻ്റെ ചാനലിൽ കൂടെ ചെയ്യുവാനിടയായി. तो वैसे उनके कहने के अनुसार एक डेट फिक्स करके हमने गवाही उस चैनल पर बांटने हुआ. ദൈവദാസന് ദൈവം കൊടുത്ത വിഷനാണ് ആസാദി ചാനൽ. परमेश्वर ने उन्हें सौंपा हुआ एक दर्शन है आज़ादी चैनल. അദ്ദേഹത്തിൽ കൂടെ ആ ഒരു വീഡിയോ ചെയ്തതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല. वहाँ से गवाही बोलने के बाद मेरे जीवन में जो इम्पैक्ट हुआ था वो छोटा नहीं था. എൻ്റെ ശുശ്രൂഷയിൽ തന്നെ ആസാദി ചാനലിൽ കൂടെ പുറത്തു വന്ന എൻ്റെ അനുഭവ സാക്ഷ്യത്തിൻ്റെ ആ വിശദമായ രൂപം ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. मेरे सेवकाई में भी उस चैनल में गवाही देने के बाद में जो प्रभाव पड़ी थी वो काफ़ी बड़ा था. എൻ്റെ മാത്രമല്ല, എന്നെപ്പോലെ തന്നെ ആത്മീക ശുശ്രൂഷയിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എന്നാൽ ഏറ്റവും താഴെ തട്ടിൽ ഒത്തിരി സ്ഥാനങ്ങളോ മാനങ്ങളോ അത്തരത്തിലുള്ള ഗോഡ് ഫാദേഴ്സോ ഒന്നുമില്ലാത്ത ഒത്തിരി സാധാരണക്കാരായ ദൈവദാസന്മാരെ ശുശ്രൂഷയിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് ആസാദി ചാനലിനുള്ള സ്വാധീനം വളരെ വലുതാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. केवल मैं ही नहीं, मेरे जैसे अनेक प्रकार के जो लोग हैं जिन्हें कोई लोग जानते नहीं हैं, जिनके लिए कोई है नहीं, वैसे लोगों को इस आज़ादी चैनल के माध्यम से उनकी सेवकाई में उन्हें एक अपलिफ्टमेंट मिलता है. उन्हें सेवकाई में और ऊंचा उठाने के लिए ये चैनल जो है वो इस्तेमाल हो रही है. ആ ആസാദിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം ഈ നാളുകളിൽ ശക്തമായി വർദ്ധിപ്പിക്കട്ടെ, ദൈവരാജ്യത്തിന് ഉപയോഗിക്കട്ടെ എന്ന് അധികം പ്രാർത്ഥിക്കുന്നു. आज़ादी के इस चैनल को भी और इस सेवकाई को भी परमेश्वर और भी अधिक तौर से बढ़ाने पाए. ട്രാൻസ്ലേഷനൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് അരമണിക്കൂർ സംസാരിക്കുമ്പോൾ അത് 1 മണിക്കൂറായി മാറും. ट्रांसलेशन भी है, इस वजह से अगर मैं आधा घंटा बोलूँ तो वो 1 घंटा हो जाती है. സാധാരണ എനിക്കൊരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ മിനിമം കാര്യങ്ങൾ പറയാൻ പറ്റൂ. साधारण तौर से मुझे अगर 1.5 घंटा मिलता है तो ही मैं मिनिमम बातें भी बोलकर बैठ सकता हूँ. എന്നെ കൊണ്ടുവന്ന അച്ഛൻ പറഞ്ഞു, പാസ്റ്റർ സമയത്തിന്, അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല കേട്ടോ, ഞാനങ്ങ് പറയാ, പുള്ളി എനിക്ക് മുന്നറിയിപ്പ് തന്നു എത്ര മണിക്ക് നിർത്തണമെന്ന്. जो मुझे लेकर आए थे उन्होंने पहले ही मेरे को ऐसा चेतावनी दिया कि समय पर रोकना है. അപ്പോൾ
അതുകൊണ്ട് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സമയം കഴിയുമ്പോൾ പിന്നെ നമ്മൾ റോഡിൽ ഇറങ്ങി നിന്ന് പ്രസംഗിക്കേണ്ടി വരും. इसलिए अगर मैं एक्सप्लेन करने बोलने जाऊं तो हमारा समय खत्म हो जाएगा, तो रोड में खड़े होकर फिर मुझे बोलना पड़ जाएगा. അതുകൊണ്ട് നമുക്ക് അല്പം വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകാം. इसलिए हमें थोड़ी और जल्दी से बातें को बोलकर हम आगे बढ़ेंगे. സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ സന്തോഷമുള്ളവരെല്ലാം ഒന്ന് കരമുയർത്തി പിടിച്ചേ. जो खुश है वो अपने हाथों को ऊंचा उठा के रखे. ഹല്ലേലൂയ. हालेलुया. സന്തോഷം മുഖത്ത് വരണം, മുഖത്ത്. खुशी चेहरे पर आना चाहिए. പൗലോസ് പറഞ്ഞു നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട്. पौलुस कहता है कि मसीह में हमेशा आनंदित रहो, और हमेशा आनंदित रहो. मैं वापस तुमसे कहता हूँ कि तुम आनंदित रहो. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ എല്ലാവരും ദൈവസന്നിധിയിലിരിക്കണം. इसलिए बहुत खुशी के साथ हम परमेश्वर की उपस्थिति में बैठे रहेंगे. ആരെങ്കിലും നിരാശയോടെ ഇതിനകത്ത് ഇരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ സന്തോഷപൂർണരായി ഇവിടുന്ന് മടങ്ങിപ്പോകും. अगर कोई यहाँ पर निराशा होकर बैठा है तो इस सेवकाई के बाद यहाँ पर आप आनंद से लौटने पाओगे. പക്ഷെ ശരിക്കും നമ്മൾ വചനം നന്നായി പഠിക്കുമ്പോൾ കർത്താവിനെ അറിഞ്ഞ ഒരു മനുഷ്യന് സങ്കടപ്പെടാൻ കഴിയത്തില്ല. लेकिन अगर वचन को हम सही तौर से मनन कर ले तो प्रभु को जाना हुआ एक व्यक्ति संकट में रह नहीं सकता. കാരണം എപ്പോഴും നമ്മുടെ അകത്ത് തിളച്ചു മറിയുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് രക്ഷയുടെ സന്തോഷമാണ്. क्योंकि हमारे अंदर जो आनंद हमेशा एक रहती है वो उद्धार का आनंद है. സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു തിരുവചന ഭാഗം വായിക്കാം. थोड़ी देर की मनन के लिए हम एक वचन पढ़ेंगे. അപ്പോസ്തല പ്രവൃത്തി 1:8 നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. प्रेरितों के काम पहला अध्याय उसका 8वां पद, हम सब ये वचन को जानते हैं. ബൈബിൾ നോക്കാതെ ആ വാക്യം എന്ന് പറഞ്ഞേ. നോക്കിയിട്ട് പറയാൻ പറ്റുന്നില്ല അല്ലേ? ബൈബിൾ നോക്കാതെ ആ വാക്യം എന്ന് പറഞ്ഞേ. അപ്പോസ്തല പ്രവൃത്തി 1:8, ആക്ട്സ് 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ जब पवित्र आत्मा तुम पर आएगा നിങ്ങൾക്ക് ശക്തി ലഭിക്കും. तो तुम सामर्थ पाओगे. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം അല്ലയോ? सब ये वचन जानते हैं. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, जब पवित्र आत्मा तुम पर आएगा, അപ്പോ എന്താണ് നമ്മുടെ മേൽ എന്ത് വരും? तो हमारे ऊपर क्या आएगा? പരിശുദ്ധാത്മാവ് വരും. पवित्र आत्मा आएगा. പരിശുദ്ധാത്മാവ് അകത്തുണ്ടെന്നുള്ളവരെല്ലാം ഒന്ന് കര ഉയർത്തി പിടിച്ചേ. पवित्र आत्मा अंदर है, ऐसे लोग हाथ उठा के पकड़े. എല്ലാ കരങ്ങളും ഉയർന്നിട്ടില്ല. सब हाथें ऊपर उठी नहीं है. ഈ സഭയിലെ അംഗങ്ങളെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. इस कलीसिया के जो मेंबर है वो अपने हाथें उठाए. അവസാനം ഇത് എല്ലാം കേട്ട് കഴിയുമ്പോഴേ കൈ ഇങ്ങനെ പൊങ്ങണം. सब सुनने के बाद भी हाथ ऐसे उठने चाहिए. സ്തോത്രം. ഞാൻ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, मैंने 2 सवाल पूछा. एक, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഉറപ്പുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിക്കാൻ. पवित्र आत्मा जिसके अंदर है, जिसको पता है, वो अपने हाथ उठाए. അതിൽ കുറച്ച് കരങ്ങൾ പൊങ്ങിയില്ല. थोड़ी हाथें उठी नहीं थी. അത് കഴിഞ്ഞ് ഈ സഭയിലെ അംഗങ്ങളെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിക്കാൻ പറഞ്ഞു. इस कलीसिया के जो मेंबर है उनको हाथ उठाने के लिए कहा. ഏകദേശം എല്ലാ കൈയും പൊങ്ങി. तो ऑलमोस्ट सबका हाथ ऊपर उठा है. സഭാ രജിസ്ട്രി പേരുള്ളത് കൊണ്ടാണ് തോന്നുന്നത് കൈ ഉയർത്തി പിടിച്ചത്. सभा रजिस्टर में नाम मेंशन किया, इसलिए शायद आपने हाथ उठाया होगा. ഹല്ലേലൂയ. हालेलुया. സ്തോത്രം. Praise the Lord. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ जब हम वचन पढ़ेंगे നാം മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, तो हमें जो समझ में आती सबसे खास बात, പുതിയ നിയമസഭയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് സഭയിലുള്ള എല്ലാവരുടെ മേലും എന്തുണ്ടായിരിക്കണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മ. नया नियम की कलीसिया की नींव यह है कि नया नियम की कलीसिया के हर एक व्यक्तियों के ऊपर पवित्र आत्मा की उपस्थिति होनी चाहिए. ഇന്ന് ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സഭകളെ പറ്റി നമുക്കറിയാം. आज दुनिया में जब हम देखते हैं तो हमें बहुत सारी कलीसियाओं को जानते हैं. ഏതെല്ലാം സഭകളാ അല്ലേ? कितनी सारी कौन सी कलीसियाएं हैं. പരിശുദ്ധാത്മാവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നമ്മളെപ്പോലെയുള്ള പെന്തക്കോസ് വിഭാഗങ്ങളിൽ തന്നെ നോക്കിയാൽ 100 കണക്കിന് സംഘടനകളുണ്ട് അല്ലേ? पवित्र आत्मा को स्थान देने वाला हमारे जैसे अगर पेंतिकोस्त कलीसिया ही देख लो तो 100 से भी बढ़कर संगठनाएं हैं. ഞാനും ഒരു സംഘടനയിലെ ശുശ്രൂഷകനാ. मैं भी एक संगठना का सेवक ही हूँ. അതിന്റെ പേര് IPC എന്ന് പറയും. उसका नाम IPC है. കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലേ? सुने हुए लोग रहेंगे यहाँ पर. അങ്ങനെ ഒരുപാട് സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ऐसे बहुत सारी संगठना हमारे बीच में है. എന്നാൽ നമുക്കും അപ്പുറത്തായിട്ട് ഒത്തിരി കാലങ്ങൾ മുമ്പേ ഉള്ള ഇവിടുത്തെ പാരമ്പര്യ സഭകൾ ഒരുപാടുണ്ട്. लेकिन हमसे भी पहले ही पुराने वाली बहुत सारी पारंपरिक कलीसियाएं भी है. ഇതൊരു ടെക്നിക്കൽ
ടെക്നിക്കൽ ടേം ആണെങ്കിൽ തന്നെയും എല്ലാവരുടെ കൂട്ടായ്മയെ പൊതുവെ വിളിക്കുന്നത് ഞങ്ങളുടെ സഭ എന്നാ അല്ലേ? भले ही टेक्निकल नाम है ये, फिर भी सभी लोग अपनी कलीसिया को जो कॉमन शब्द से बुलाते वो है कि हमारी कलीसिया। ഇതെല്ലാം സംഘടനകളാണെങ്കിലും ഒറ്റ വാക്കിൽ നമ്മൾ എല്ലാവരും വിളിക്കുന്നത് ഇത് IPC സഭ, AG സഭ, ചർച്ച് ഓഫ് ഗോഡ് സഭ, ന്യൂ ഇന്ത്യ സഭ, ഇങ്ങനെ എല്ലാം സഭകളാന്നാ പറയുന്നത് അല്ലേ? तो भले ही बहुत सारे संगठनाएं हम इस प्रकार से बुलाते हैं कि IPC कलीसिया, AG कलीसिया, न्यू लाइफ कलीसिया, ऐसे सबको कलीसिया के नाम से बुलाते हैं। നമ്മുടെ ചർച്ചിന്റെ പേര് ഹാർവെസ്റ്റ് ഇൻലാൻഡ് മിഷൻ ചർച്ച്. हमारा चर्च का नाम हार्वेस्ट इनलैंड मिशन चर्च। അപ്പൊ അങ്ങനെ ഒരുപാട് സഭകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ऐसे बहुत सारी कलीसियाओं को हम देखते हैं। അപ്പൊ ശരിക്കും എന്റെ ചോദ്യം, ഏതാണ് ശരിക്കും കർത്താവിന്റെ സഭ? लेकिन मेरा सवाल कौन सा है परमेश्वर की कलीसिया? നമ്മുടെ നാട്ടിലെ പഴയ പ്രസംഗികരെല്ലാം ഒത്തിരി കാലം മുൻപേ ചോദിച്ച ചോദ്യമാണിത്. हमारे जो पुराने सेवक लोग थे उन्होंने बहुत सालों पहले ही ये पूछ चुका है। ഞാനിപ്പോൾ പറഞ്ഞ സോ ആൻഡ് സോ സംഘടനയിലെ നേതൃത്വങ്ങളോട് ചോദിച്ചാൽ എല്ലാവരും പറയും ഞങ്ങളുടേതാണ് ഏറ്റവും നല്ല ശരിയായ സഭ. अगर मैंने अभी जो भी कलीसियाओं के नाम कहे थे उन कलीसियाओं से पूछे तो वो कहेंगे कि हमारा जो कलीसिया है वो सबसे अच्छी कलीसिया है। ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും IPC ഏറ്റവും നല്ല. अगर आप मेरे से पूछेंगे तो मैं ये बोल पाऊंगा कि IPC है सबसे अच्छी कलीसिया। കുറച്ചു കാലം മുമ്പ് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞേനെ അസംബ്ലീസ് ഓഫ് ഗോഡ് ആണ്. कुछ साल पहले अगर आप मेरे को पूछते तो मैं बोला होता कि असेंबलीज ऑफ गॉड है, കാരണം എൻ്റെ മാതൃസഭ അസംബ്ലീസ് ഓഫ് ഗോഡ് ആണ്. क्योंकि मेरा जो मातृसभा है वो असेंबलीज ऑफ गॉड है। നിങ്ങളോട് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾ പറയും ഹാർവെസ്റ്റ് ഇൻലാൻഡ് മിഷൻ ചർച്ച് ആണ് ഏറ്റവും ശരിയായ चर्च। അല്ലേ? अगर हमसे पूछे तो हम यह कहेंगे कि हार्वेस्ट इनलैंड मिशन सबसे अच्छी चर्च है। എന്നാൽ വേദപുസ്തകത്തിൽ നിന്ന് വചനത്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. लेकिन वचन से मैं कुछ बात आपको समझा कर देना चाहता हूँ। ശരിക്കും ഈ ഒരു കൂട്ടം ആളുകൾ കൂടുന്നതിനെ അല്ല സഭയെന്ന് പറയുന്നത്. एक लोग झुंड जहाँ पर आती है उसको नहीं कलीसिया कहा जाता है। അപ്പൊ ശരിക്കും എന്താണ് സഭ? तो फिर क्या है कलीसिया? അപ്പോസ്തല പ്രവൃത്തി 1:15 ഒന്ന് വായിക്കുമോ? प्रेरितों के काम 1:15। അപ്പോസ്തല പ്രവൃത്തി 1:15, Acts 1:15. और उन्हीं दिनों में पतरस भाइयों के बीच में जो 120 व्यक्ति के लगभग इकट्ठे थे खड़ा होकर कहने लगा। ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ उस समय पर जो 120 लोगों की इकट्ठा जो वहां पर हुई थी, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? वहां पर कौन सा शब्द इस्तेमाल किया गया है? ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ, എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ആ കാലത്ത് उस 120-ലധികം പേർ കൂടിയിരിക്കുന്ന ഒരു സംഘം. 120 व्यक्ति लगभग इकट्ठे थे। ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ നമ്മൾ ആരാണ്? जब हम सब एक साथ बैठे हैं तो हम कौन है? സംഘമാണ് അല്ലേ? हम एक झुंड है। സംഘമാണോ സഭ? क्या कलीसिया एक झुंड है? ഈ കൂടിവരവുകൾക്കകത്തുണ്ടാകുന്നത് സഭയല്ല, അതൊരു സംഘമാണ്. ये जो इकट्ठा होकर आते हैं ये एक कलीसिया नहीं है, वो केवल एक झुंड है। ഹല്ലേലൂയ. हालेलुया। ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? जो मैं कह रहा हूँ कि आप समझ पा रहे हो? അപ്പോ ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന സഭയിലെ അംഗമാണെന്ന് പറയാം. इसके बाद हम यहाँ से जब बाहर निकल जाते हैं तो हम ये कहते हैं कि हम इस कलीसिया का एक मेंबर है। അപ്പോസ്തല പ്രവൃത്തി 2:47 വാക്യം ഒന്ന് വായിച്ചേ. प्रेरितों के काम 2:47। 2:47. 2:47 और എൻ്റെ രണ്ടാം ഭാഗം വായിച്ചാൽ മതി. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. उनको प्रभु प्रतिदिन उनमें मिलाता रहा। 1:15 ആദ്യം 120-ലധികം പേർ കൂടിയിരുന്ന ആ കൂട്ടത്തെ വേദപുസ്തകം വിളിച്ചിരിക്കുന്ന പേര് സംഘം എന്നാണ്. पहला अध्याय में जहाँ पर 120 लोग इकट्ठा हुए थे उन्हें वचन में ऐसा बुलाया है कि वो एक संगम थे। എന്നാൽ 2:47 വന്നപ്പോൾ അതേ വചനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു.
और दूसरा अध्याय उसके 47वें आयत में मलयालम में इस प्रकार से कहा है कि जितने लोग उद्धार पाते रहते थे उनको कलीसिया में मिलाता रहा. അപ്പൊ 1:15 സംഘമെന്ന് വിളിച്ച അതേ കൂട്ടത്തെ തന്നെയാണ് 2:47 വന്നപ്പോൾ സഭ എന്ന് പേരിട്ടത്. पहला अध्याय 15वां आयत में जिनको कहा गया था कि वो एक झुंड है, संगम है, उन्हीं को दूसरा अध्याय के 47 वर्स में एक कलीसिया का नाम दिया गया है. അപ്പോൾ ഇതിന്റെ ഇടയിൽ സംഘം സഭയായ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്. तो इसके बीच में ये झुंड जो थी वो कलीसिया बन गया. ऐसा कुछ काम वहां पर हुआ था. അതെന്താണ്? वो क्या है? നമ്മൾ ആദ്യം വായിച്ചപ്പോൾ അതിനെ 1:8 പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ तो पहला हमने जो आयत पढ़ा, जब पवित्र आत्मा तुम पर आएगा നിങ്ങൾക്ക് ശക്തി ലഭിക്കും. तो आप सामर्थ पाओगे. അപ്പൊ ആ കേട്ട വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ तो കിട്ടുന്നുണ്ട്. वो जो सुना उस आयत का जो पूर्तिकरण इस दूसरे अध्याय 47 के बाद हम देख सकते हैं. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ तो उससे പറ്റുന്നത്? हमें क्या समझ में आती है? ആള് കൂടുന്നതല്ല സഭ, तो जो लोग बढ़ती है वो नहीं है कलीसिया. ആള് കൂടുന്നത് സംഘമാ. जो लोग का जहाँ पर इकट्ठा होती है वे केवल एक संगम है. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ കൂടുന്നതാണ് സഭ എന്ന് लेकिन പറയുന്നത്. पवित्र आत्मा के प्राप्त किए हुए लोग जहाँ पर इकट्ठा होते हैं उसे कलीसिया कहा जाता है. അപ്പൊ നമ്മള് ഈ സഭ ഏതാണെന്നാ മനസ്സിലാക്കേണ്ടത്. तो कलीसिया क्या है, कौन सी है, हमें समझना चाहिए. പരിശുദ്ധാത്മാവ് ആരുടെ മേലുണ്ടോ, ആരുടെ അകത്തുണ്ടോ, ആരിൽ പരിവർത്തനം ചെയ്യുന്നു, ആ വ്യക്തികൾ കൂടി വരുന്നിടമാണ് സഭ എന്ന് പറയുന്നത്. पवित्र आत्मा जहाँ पर चल रही है, पवित्र आत्मा जिन व्यक्तियों के द्वारा काम कर रही है, ऐसे पवित्र आत्मा के प्राप्त किए हुए लोग जहाँ पर इकट्ठा होते हैं उस झुंड को कलीसिया कहा जाता है. ഞാൻ പറയാം, ഞാൻ ആദ്യം പേര് പറഞ്ഞ സോ ആൻഡ് സോ ചർച്ച, ഈ പറഞ്ഞ സംഘങ്ങളിലെല്ലാം സഭയുണ്ട്. मैंने जो भी कहा संगठनों के नाम, वो सारी संगठनों के नाम से कलीसियाएं हैं. സംഘത്തിൽ സഭയുണ്ട്, പക്ഷെ സഭയിൽ സംഘമില്ല. उनके झुंड पर कलीसिया तो है लेकिन कलीसियाओं में संगम नहीं है. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ रहे हो? അപ്പൊ ഇനി നിങ്ങളോട് ആരെങ്കിലും ശരിയായ സഭ ഏതാന്ന് ചോദിച്ചാൽ, अब से लेकर कि कोई आपसे अगर सही कलीसिया कौन सा है पूछे, പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ അകത്തുണ്ടോ पवित्र आत्मा किसके अंदर है, അവർ കൂടുന്നിടമെല്ലാം സഭയാ. वो जहाँ पर झुंड इकट्ठा होते हैं वो सब कलीसिया है. അവർ തന്നെ ഒരു സഭയാ. वो ही एक कलीसिया है. ഹല്ലേലൂയ. हालेलुया. ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है 1 കൊരിന്ത്യർ 3:16 വാക്യം, पहला कोरिन्थियन 3 अध्याय 16वां आयत में, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും तुम परमेश्वर के मंदिर हो ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ और വസിക്കുന്നുവെന്നും पवित्र आत्मा तुम्हारे अंदर वास करती है. നിങ്ങൾ അറിയുന്നില്ലയോ? क्या तुम नहीं जानते? ഹല്ലേലൂയ. हालेलुया. അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് തോന്നുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, अगर अंदर जिसके अंदर पवित्र आत्मा हाथ उठाकर धन्यवाद दे. ഇല്ലാത്തവർ ഇതുവരെ ഞാൻ പ്രാപിച്ചിട്ടില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് പ്രാപിച്ചേ മടങ്ങാവൂ. अगर अभी तक किसी को पवित्र आत्मा नहीं मिला है, ऐसा लगता है, तो आज यहाँ से प्राप्त कर ही लौटे. കാരണം എന്താണെന്ന് പറയട്ടെ, कारण क्यों मैं कहता हूँ, സംഘങ്ങൾക്ക് കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിലേ നിൽക്കാൻ പറ്റൂ. संगम के साथ अगर खड़े होना है तो झुंड चाहिए, लोग चाहिए. എന്നാൽ സഭാംഗം എന്ന് പറയുന്നത്, അതായത് പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളവനായിരിക്കും. लेकिन जो कलीसिया है जिनके अंदर पवित्र आत्मा है, वो हर परिस्थिति में अकेला खड़ा हो पाएगा. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി സംഘങ്ങളെ നമുക്ക് കാണാൻ കഴിയും, हमारे समूह में बहुत सारे संगम हैं. അല്ലേ? കൂടെ ഇറങ്ങാൻ ആളുണ്ടെങ്കിൽ നമ്മൾ ഒരു സംഘത്തിലെ അംഗമാ. अगर हमारे साथ उतरने के लिए कोई व्यक्ति है तो हम उस संगम के मेंबर हैं. ഇപ്പൊ എനിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ, ഒരു അറ്റാക്ക്, ഒരു മാനുഷികമായ ആരെങ്കിലും എനിക്ക് എതിരിട്ട് വരുമ്പോൾ എന്റെ പുറകിൽ നിൽക്കാൻ നല്ല തടിമിടുക്കുള്ള 10-20 പേരുണ്ടെങ്കിൽ എനിക്കൊരു ബലമുണ്ട്. अगर मुझे कुछ समस्या आती है, अगर मेरे खिलाफ कुछ बातें उठती है, तो मेरे साथ खड़े होने के लिए अगर 20-30 लोग हैं അത് സംഘബലമാ. तो वो केवल एक संगम है. ഹല്ലേലൂയ. हालेलुया.
എന്നാൽ അവരാരും കൂടില്ലാത്ത സമയം വരും. लेकिन ऐसा भी वक्त आएगा जब कोई आपके साथ नहीं रहेगा. അല്ലെങ്കിൽ സംഘാംഗങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം ജീവിതത്തിൽ വരുമെന്ന്. जीवन में एक ऐसी परिस्थिति आएगी जो आपके संगम के लोग आपको सहायता भी नहीं कर सकते. എന്നാൽ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സഭാംഗത്വമുള്ളവരാണെങ്കിൽ, लेकिन पवित्र आत्मा को प्राप्त किया उस कलीसिया के मेंबर अगर आप हो तो വെല്ലുവിളി വരുമ്പോൾ നമ്മൾക്ക് അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും. चुनौतियां जब आएगी तो उसका सामना कर पाओगे. ഹല്ലേലൂയ. हालेलुया. കരമടിച്ച് കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. हाथ ताली बजाकर परमेश्वर को महिमा देंगे. അതുകൊണ്ടാ പറഞ്ഞത്, ഏതെങ്കിലും സംഘത്തിന്റെ ഏതെങ്കിലും ഒരു പ്രാദേശിക കൂട്ടായ്മയുടെ സഭാ രജിസ്റ്ററിൽ പേരെഴുതപ്പെടുന്നിടത്തല്ല കാര്യം. इसीलिए मैंने कहा कि किसी भी कोई कलीसिया में जाकर अपना नाम रजिस्टर करवाना ही नहीं है कभी सभा का एक मेंबर प्राप्त करना. വേദപുസ്തകം വിഭാവനം ചെയ്തിരിക്കുന്നത് പോലെ ശരിയായ സഭയുടെ അംഗത്വം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ പരിശുദ്ധാത്മ പൂർണ്ണരായി തീരണം. वचन के अनुसार अगर कलीसिया का मेंबर आपको होना है तो पवित्र आत्मा से भरपूरी को प्राप्त करना है. ഹല്ലേലൂയ. हालेलुया. ആമേൻ. സഭയുടെ അംഗത്വം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. कलीसिया के मेंबरशिप से बहुत सारी बातें हैं. ഞാൻ പറയുന്ന വാക്ക് തെറ്റിദ്ധരിക്കരുത്. मैं जो कह रहा हूँ आप गलत मतलब नहीं लेना. പ്രത്യേകിച്ച് എനിക്കറിയാം, ഫിന്നി പാസ്റ്ററുടെ ചർച്ച ആയതുകൊണ്ട് ഇവിടെ 4 വശവും ക്യാമറയാ. मैं जानता हूँ कि ये फिन्नी पास्टल कलीसिया है तो चारों तरफ कैमरा लगा है. ശ്വാസം വിടുന്നവരെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. यहाँ पर जो श्वास छोड़ रहा हूँ वो भी रिकॉर्ड हो रही है. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി, നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു രീതി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. खास तौर से जो मलयालियों का जो कैरेक्टर एटीट्यूड है वो मैं नहीं बोलूँगा तो भी आप समझ पाओगे. ഈ സാധനം മാത്രം മുറിച്ചിടും. उतना ही भाग कट करके वायरल बना देंगे. സഭാംഗത്വം കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ജോബിൻ പാസ്റ്റർ ഇല്ലേ, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മള്. कलीसिया के मेंबर से बहुत गुण है ऐसे बोला है पास्टर जोबिन, ऐसे करके वो वीडियो कट करके डाल देंगे. അതിന്റെ മുമ്പ് പറഞ്ഞതും ഇല്ല, ശേഷം പറഞ്ഞതും. उसके आगे जो कहा वो भी नहीं रहेगा, जो बाद में कहा वो भी नहीं रहेगा. കഴിഞ്ഞ ദിവസം നമ്മുടെ PG വർഗീസ് അങ്കിളിന്റെ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര എടുത്തിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. पिछली बार बीजी वर्गीस अंकल का जो डांस वायरल सोशल मीडिया में डालकर बहुत कमेंट्स करने लगे. അതിന്റെ മുമ്പിലുള്ളതും പുറകിലുള്ളതും ഒന്നും ആരും ഇടുകയല്ല. लेकिन उसके आगे पीछे वाला कोई देखता भी नहीं है. ചുമ്മാ ഒരു രസം, ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പരിഹാസ രൂപേണ ആക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു സന്തോഷമാണ്. लोगों को मजा आता है कि दूसरों के बारे में बोले और निंदा करे. അതുകൊണ്ട് ഞാൻ ഈ ലൈവ് ഉള്ളിടം ആവുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നിടത്ത് ഓരോ വാക്കുകൾക്കും നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കും. इसलिए खास तौर से लाइव जाता है, रिकॉर्ड होते हैं तो हम एक एक शब्द के लिए हमें बहुत ध्यान से बोलना है और एक एक शब्द के लिए हम उसके लिए अकाउंटेबल है. ഞാൻ ഓരോ വാക്കും വളരെ ശ്രദ്ധാപൂർവ്വം പറയാൻ ശ്രമിക്കുന്നത്. इसलिए मैं एक एक शब्द बहुत ध्यान से बोलने की कोशिश कर रहा हूँ. പ്രിയമുള്ളവരെ, നമ്മൾ സഭയുടെ അംഗത്വമുള്ളവരായിരിക്കണം. प्रियो, हम कलीसिया के एक मेंबरशिप होना चाहिए. രജിസ്ട്രി പേരെഴുതുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. रजिस्टर में नाम लिखने वाली बात मैं नहीं कर रहा हूँ. പരിശുദ്ധാത്മാവ് അകത്തുള്ളവരായിരിക്കണം. पवित्र आत्मा अंदर होना चाहिए. ആമേൻ. പരിശുദ്ധാത്മാവില്ലാതെ ആമേൻ നിങ്ങൾക്ക് നിലനിൽപ്പാൻ സാധിക്കത്തില്ല. पवित्र आत्मा के बिना आप खड़े नहीं हो पाओगे. അവൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഓരോ ചുവടും നമ്മെ മുൻപോട്ട് നയിക്കാൻ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. हमारे विश्वास जीवन में अगर एक एक कदम जो हमें आगे बढ़ाने में सहायता करती है वो पवित्र आत्मा है. പരസ്പരം ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾക്കും ആമേൻ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. हम एक दूसरे को सहायता करने में भी सीमाएं हैं. എന്നാൽ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായതൊന്നും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകത്തില്ല. लेकिन पवित्र आत्मा आपके साथ है तो आपके लिए असंभव कोई बात आपके सामने नहीं रहेगी. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള അനുഭവങ്ങളില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവസനെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ആ ആത്മാവിനെ പ്രാപിച്ചേ ഞാൻ ഇന്ന് മടങ്ങത്തുള്ളൂ. अगर यहाँ पर बैठे हुए आप में किसी कोई पवित्र आत्मा से संबंधित वैसे अनुभव नहीं है जीवन में तो ऐसा प्रार्थना करें कि आज मुझे यहाँ से उस पवित्र आत्मा की उपस्थिति को महसूस करके ही मैं यहाँ से लौटूंगा. ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ परमेश्वर का वचन में अगर हम देखें പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ചില വ്യക്തികളെ നമുക്ക് കാണാൻ तो കഴിയുന്നു. पवित्र आत्मा को प्राप्त किया हुआ कुछ व्यक्तियों को हम देख सकते हैं. മാളിക മുറിയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യത്തിൽ उस ऊपरी कोठरी पर उतरा हुआ उस पवित्र आत्मा की उपस्थिति 120-ലധികം പേരടങ്ങിയ സംഘത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. 120 लोगों के बीच के उस झुंड में पवित्र आत्मा उतर आया. ആത്മാവ് വന്നവർ സഭയായി പരിവർത്തനം ചെയ്യപ്പെട്ടു.
आत्मा उतर कर आकर वो कलीसिया के तौर में बदल गया। സഭയെ നമ്മൾ പറയുന്ന ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. कलीसिया को हम ऐसा बोलते हैं कि वो यीशु मसीह का शरीर है। നമ്മുടെ ആത്മാവ് എവിടാ വസിക്കുന്നേ? हमारी आत्मा कहाँ वास करती है? എന്റെ ആത്മാവ് എവിടാ വസിക്കുന്നേ? मेरी आत्मा कहाँ वास करती है? പറഞ്ഞാട്ടെ, എന്റെ ശരീരത്തിൽ അല്ലേ? मेरे शरीर में। അപ്പോ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് तो पवित्र आत्मा ക്രിസ്തുവിന്റെ ആത്മാവാണ്. वो मसीह की आत्मा है। ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നു. मसीह का शरीर अगर कलीसिया है, അപ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരമാകുമ്പോൾ हम में से हर एक व्यक्ति जब मसीह का शरीर है, അവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. तो पवित्र आत्मा उसकी आत्मा हमारे अंदर वास करती है। അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, इसीलिए पौलुस कहता है, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ. इसीलिए अब जो जीवित हूँ वो मैं नहीं, मुझ में मेरा मसीह जीवित है। പ്രിയമുള്ളവരെ, ഇതിന്റെ ആഴം നിങ്ങൾ എത്ര പേർ ഗ്രഹിച്ചിട്ടുണ്ട്? ये प्रियो, इसकी गहराई को आप में कितने लोग समझ पाए हैं? നമ്മൾ തന്നെയാണോ ജീവിക്കുന്നത് അതോ ക്രിസ്തുവാണോ എന്നൊന്ന് സ്വയം പരിശോധന നടത്തിക്കുക ഒരു മിനിറ്റ്. हमारे जीवन में क्या आज भी हम जी रहे हैं या हमारे अंदर मसीह जी रहा है? एक बार अपने आप को परख कर देख ले। ഹല്ലേലൂയ. हालेलुया। നമ്മുടെ അകത്ത് ക്രിസ്തുവാണോ വസിക്കുന്നത് അതോ നമ്മൾ തന്നെയാണോ? हमारे अंदर मसीह जी रहा है या हम ही जी रहे हैं? നമ്മൾ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ നമ്മൾ എന്തോ ചെയ്തു? അടക്കപ്പെട്ടു എന്നാ വചനം പറയുന്നത്. वचन कहते हैं कि हमारी मृत्यु हो गई और हम यीशु मसीह के साथ गाढ़ा गया। നമ്മളെ തന്നെ അടക്കി ക്രിസ്തുവിൽ നമ്മൾ പുനർജനിക്കുകയാ. अपने आप को गाड़ कर मसीह में हमारा पुनर्जन्म हो रही है। അതിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. उसको कहते हैं पुनर्जन्म प्राप्त करना। നിങ്ങളിപ്പോ വിചാരിക്കുക ഞങ്ങൾ ഇതൊക്കെ സൺഡേ സ്കൂൾ മുതൽ ഞങ്ങൾ പഠിച്ച കാര്യങ്ങളാ ഇപ്പൊ വന്ന് പുള്ളി പ്രസംഗിക്കുന്നതെന്നായിരിക്കും നിങ്ങളുടെ തോന്നല്. आप सोच रहे होंगे ये सब तो मैं संडे स्कूल से ही सुन रहा हूँ, उसको अभी आप आकर यहाँ पर प्रचार कर रहे हैं। ഹല്ലേലൂയ. हालेलुया। ഈ ക്രിസ്തുവിന്റെ ആത്മാവ് അകത്ത് വസിക്കുമ്പോൾ मसीह का आत्मा जब आपके अंदर वास करेगा, ഇത് ഒരു 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 എല്ലാ കാലത്തേക്കുമുള്ള ഒരു ബന്ധമായി നമ്മളിൽ വളരുകയാണ്. ये हमेशा का एक संबंध में परमेश्वर के साथ बढ़ रही है। ഇന്നത്തെ നമ്മുടെ സഭയുടെ മൂല്യച്യൂതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ വിവരിക്കട്ടെ. आज की कलीसिया का എന്താ അതിന്റെ കാര്യം എന്നറിയാമോ? क्या है वो कारण? ഈ ക്രിസ്തുവിന്റെ ആത്മാവുമായിട്ടുള്ള ബന്ധം നമ്മുടെ സഭകൾക്ക് അല്ലെങ്കിൽ സഭയെന്ന് പറയുന്ന ആ യഥാർത്ഥ അനുഭവത്തിന് ചില മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. आज की कलीसिया क्यों गिरते जा रही है? क्योंकि उसका वजह यह है कि परमेश्वर के लोगों का और परमेश्वर के साथ का जो संबंध है वो केवल कुछ घंटों के लिए ही है। അത് കഴിയുമ്പോൾ നമ്മൾ ഈ സഭായോഗം കഴിയുമ്പോൾ സഭാംഗത്വം മാറി സംഘാംഗത്തിലേക്ക് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നു. तो इस कलीसिया के जब बाहर निकलते हैं तो उस कलीसिया का एक मेंबर से हटकर हम एक संगम के मेंबर में बदल जाते हैं। ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? जो मैंने कहा वो आप समझ रहे हो? അതായത് ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ സഭായോഗത്തിന്റെ സമയം എന്ന് പറയുന്നത് 9 മണി മുതൽ 12 മണി വരെയാണ്. आज हमारा यहाँ का कलीसिया का जो टाइम है वो 9 बजे से लेके 12 बजे तक है। അപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും 8:45 വരെ സംഘാംഗമായിരുന്നു. 8:45 കഴിയുമ്പോൾ നമ്മൾ ആരാവും? സഭാംഗമാവും. तो हम में से अधिकतर लोग 8:45 बजे तक संगम के लोग थे, लेकिन 9 बजे होते ही हम कलीसिया के लोग हो जाते हैं। 12 മണി വരെ നമ്മൾ പൂർണ്ണ സഭാ അംഗത്വത്തിൽ തന്നെ നിലനിൽക്കും. 12 बजे तक हम पूरी तौर से कलीसिया के मेंबर के तौर पर ही बने रहते हैं। എന്നാൽ 12 മണി കഴിഞ്ഞ് പാസ്റ്റർ മുൻപോട്ട് വന്ന് ആശീർവാദം പറയുന്നതോടുകൂടെ लेकिन 12 बजे होके पास्टर जैसे ही आगे आकर आशीर्वाद कहते हैं, നമ്മൾ സഭാംഗത്വം അവസാനിപ്പിച്ച് സംഘാംഗത്തിലേക്ക് മാറുന്നു. हम अपनी जो कलीसिया का मेंबर है वो उसे काट के वापस हम संगम के मेंबर में बदल जाते हैं। ഞാൻ പറയുന്നത് എന്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? मैं जो बोल रहा हूँ क्या वो आप समझ पा रहे हो? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണേ, हमारे हाथ में रहने वाली ये जो मोबाइल फोन है, ഇതിനകത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. इसके अंदर बहुत सारी बातें हैं। എല്ലാത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇത് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. सबसे बेसिक बात यह है कि उसमें इंटरनेट कनेक्टेड है। ഈ കണക്ഷൻ എല്ലാം കട്ട് ചെയ്യാനായിട്ട് ഇതിനകത്തൊരു സംഭവമുണ്ട്. ये इंटरनेट कनेक्शन को നമ്മൾ ഈ ചർച്ചിനകത്തോട്ട് കയറുമ്പോൾ ഫ്ലൈറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഇടും. तो इसको हम कट कर सकते हैं। जब कलीसिया के अंदर आते हैं तो हम फ्लाइट मोड में डाल देते हैं। അല്ലേ? ആ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടാൽ എന്താണ്? वो फ्लाइट मोड में डालने से क्या होता है? നമ്മുടെ ഫോണിന്റെ റേഞ്ച് അങ്ങ് हमारे फोन का रेंज कट हो जाती है। അത് കഴിഞ്ഞ് നിശ്ചിത സമയം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? അത് ഫ്ലൈറ്റ് മോഡ് മാറ്റിയാലേ
വീണ്ടും ഇതിനകത്തേക്ക് റേഞ്ച് വരത്തുള്ളൂ. तो कुछ समय के बाद जब फ्लाइट मोड हटा देते हैं तो ही वापस वो नेटवर्क पकड़ने लगता है. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പലർക്കും ഇന്ന് ഇങ്ങനെ आज के दिन में कई लोगों के लिए पवित्र आत्मा इस प्रकार से है. ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യും, അത് കഴിയുമ്പോൾ ഓഫ് ചെയ്യും. जब जरूरत है तो ऑन कर लेते हैं, उसके बाद ऑफ कर देते ഞാൻ हैं. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? मेरा कहने का मतलब समझ रहे हो? നിങ്ങൾ ഒത്തിരി തുള്ളിച്ചാടി ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ അകത്ത് കയറണം. आप अगर ज़्यादा नाचे नहीं भी चलेगा, लेकिन मैं जो कह रहा हूँ वो आपके अंदर जाने पाए. ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സംഗതി അല്ല. ये पवित्र आत्मा जो है वो कभी कभी यूज करने वाला पवित्र आत्मा एक चीज नहीं है. എൻ്റെയൊക്കെ കൊച്ചുനാളില് ഈ കേരളത്തില് ബാലരമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? मेरे बचपन में एक ऐसा मैगजीन था जिसे बालरमा कहते थे. ആരും ഇല്ലയോ? ബാലരമ്മ ഇല്ലയോ? വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ കുട്ടൂസനും ഡാഗിനി എന്നൊക്കെ പറഞ്ഞ മായാവി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനുണ്ട് അല്ലേ? उसके अंदर मायावी नामक एक कैरेक्टर है. അതിനകത്ത് ഈ മായാവി എന്ന് പറയുന്ന ആള് ഭയങ്കര ശക്തിയുള്ള ഒരാളാണ്. उसके अंदर ये मायावी जो है वो काफी सामर्थ्य रहता है. ഈ പുള്ളിയുടെ കയ്യിൽ ഒരു വടിയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? उसके हाथों में एक छड़ी है. ഒരു ചുവന്ന കളറിലുള്ള ഒരു മേളിൽ ഒരു വട്ടത്തിൽ ഒരു സംഗതി ഇരിക്കുന്ന ഒരു വടിയുണ്ട്. एक लाल कलर का एक छड़ी है. ഈ വടിയാണ് ഈ പുള്ളിയുടെ കരുത്തിന്റെ ആ പ്രധാനപ്പെട്ട സംഗതി. ये छड़ी से उसको शक्ति मिलती है. എല്ലാ വെള്ളിയാഴ്ചയും ബാലരമ്മ വരുമ്പം ആദ്യം മേടിച്ചേച്ച് ഞങ്ങൾ എല്ലാവരും ഈ മായാവിയായിരുന്നു വായിക്കുന്നത്. तो अब जैसे ही बालरमा हर फ्राइडे को आता है तो हम जल्दी से पकड़कर ये मायावी की कहानी पढ़ते थे. ഈ മായാവി വായിക്കുമ്പോൾ ഇതിനകത്ത് എപ്പോഴും ഈ കുട്ടൂസനും ഡാഗിനി, ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാ, ഇവർ രണ്ടുപേരും കൂടെ എപ്പോഴും ഈ മായാവിയെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ രാജുവിനെ രാധയെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇവരുടെ പണി. കണ്ടോ, ബൈബിളിലെ കഥ പറഞ്ഞപ്പോൾ അനങ്ങാതിരുന്നവര് മായാവിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തൊരു ആവേശം എല്ലാവരും കേൾക്കുന്നു. പറഞ്ഞാണ്. तो उस कहानी में मायावी के हाथ में शक्ति होती है. तो उसमें एक दादा और एक दादी है और उनके साथ एक और दो लोग हैं और ये मायावी उनको तंग करती है. ഈ മായാവിയെ കൊടുക്കുന്ന എപ്പോഴാണെന്നറിയാവോ? ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി ഇദ്ദേഹം ഉറങ്ങുമ്പോഴെങ്ങാണ് രഹസ്യമായിട്ട് ഇവർ വന്ന് എടുത്തിട്ട് ഈ കുട്ടൂസനും ഡാഗിനിയും വന്ന് ഈ വടി അങ്ങ് എടുത്ത് മാറ്റി വെച്ച്, വടി ആരുടെ കയ്യിലിരിക്കുന്നോ അവൻ പറയുന്നത് മുഴുവൻ ഇവൻ കേട്ടേ പറ്റൂ. तो मायावी को कैसे फंसाया जाता है? उसके हाथ में छड़ी है. जब वो सो जाता है मायावी तो उसके हाथ से वो छड़ी को ये कुट्टूसन और डाली जो है वो आकर ये छड़ी उठा लेते हैं और फिर छड़ी किसके हाथ में है वो व्यक्ति जो बोल रहा है वो मायावी को फिर सुनना पड़ता है. ഈ വടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒരു കുപ്പി എടുത്ത് കാണിച്ചിട്ട് മായാവിയോട് പറയും കേരളാകത്തെന്ന് പറഞ്ഞാൽ അന്നേരം പുള്ളി കയറിയേ പറ്റൂ. तो उस छड़ी को पकड़कर मायावी से कहे कि इस कुप्पी के अंदर तो आ जा, तो मायावी को उसके अंदर आना पड़ता है. പിന്നെ ഇവർക്ക് ആവശ്യം വരുമ്പോഴെല്ലാം ഇവരെന്ത് ചെയ്യും? പുള്ളിയെ പുറത്ത് കൊണ്ടുവരും, അവരുടെ കാര്യം സാധിക്കും, വീണ്ടും പുള്ളിയെ അകത്ത്. फिर जब भी इनको ज़रूरत है तो मायावी को उससे बाहर लेकर आया जाता है, अपने काम करवाते हैं, उसके बाद फिर वापस उसको कुप्पी में डाल देते हैं. പക്ഷേ ഈ വടി കയ്യിലിരിക്കുന്നിടത്തോളം കാലം അമാനുഷികമായ നടപടിക്രമങ്ങൾക്കാണ് ഈ വടി കൊണ്ടുള്ള ഉപയോഗം. तो ये छड़ी हाथ में रहता है तब तक उनके जो काम है केवल वही काम होता है. ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഉപയോഗിക്കൂ. जब उनका काम है तभी वो इस्तेमाल करते हैं. ഇതുപോലെയാ പലർക്കും ദൈവത്തിന്റെ ആത്മാവിനെ ചിലർ ഇതുപോലെയാ കാണുന്നത്. आज हमारे जीवन में भी कई लोग इस प्रकार से ही परमेश्वर को देख रहे हैं. ഞായറാഴ്ച സഭായോഗത്തിന് ഹാളിലേക്ക് കയറുമ്പോൾ ഫ്ലൈറ്റ് മോഡ് മാറ്റി ഓണാക്കും. संडे सुबह चर्च हॉल पर आकर फ्लाइट मोड हटाकर ऑन कर लेते हैं. ഇവിടെ അന്യഭാഷ പറയും, കൈയടിക്കും, ആരാധിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. 12:30 ആകുമ്പോൾ ഓഫ് ചെയ്യും. यहाँ पर हाथ ताली बजाएंगे, अन्य भाषा बोलेंगे, आराधना करेंगे, 12 बजे ऑफ हो जाएगा. പിന്നെ അടുത്ത ഞായറാഴ്ച ഓൺ ചെയ്യത്തുള്ളൂ. फिर अगले संडे वापस. പിന്നെ ഇടയ്ക്ക് പ്രാർത്ഥന വല്ലതും ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന്. फिर बीच में कुछ प्रार्थना वगैरह है तो ഞാൻ അല്പം നർമ്മം കലർത്തി പറഞ്ഞതെങ്കിലും मैं थोड़ा सा प्यार मिलाकर बोला है तो भी എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് എത്രത്തോളം പ്രാധാന്യം നാം കൊടുക്കുന്നുണ്ട്. मेरे प्रियो, हम हमारे जीवन में पवित्र आत्मा को कितनी महत्व दे रहे हैं. പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തവരുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിനകത്ത് आमेन. എഴുതിയിരിക്കുന്നത്. पवित्र आत्मा को महत्व दिया हुआ व्यक्तियों का चरित्र इस पवित्र शास्त्र के अंदर लिखी हुई है. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ്
സാധാരണ മനുഷ്യരെ കൊണ്ട് സാധിക്കാൻ കഴിയാത്ത അസാധ്യകരമായ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുന്നത് അന്നും ഇന്നും പരിശുദ്ധാത്മാവിനുള്ളവരുടെ മേലാണ്. ऐसे लोगों से ही जो असाधारण बातें हैं उसे संभव करवाते हैं. असाधारण बातों को परमेश्वर उनके जीवन के द्वारा अद्भुत चिन्ह चमत्कार करवाते हैं. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന് അധികം പ്രാധാന്യം കൊടുക്കണം. इसलिए इन दिनों में पवित्र आत्मा को हम अधिक महत्व दें. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നവരാണ്. हम सभी लोग पवित्र आत्मा के द्वारा उस छुटकारे के दिन के लिए मोहर लगाए गए लोग हैं. അത് കേവലം ഒരു സൺഡേ വർഷിപ്പിനകത്ത് മാത്രം ഒതുങ്ങി പോകുന്ന സംഗതി ആകരുത്. वो केवल संडे आराधना के अंदर ही सीमित होने वाले एक साधारण लोग की तरह में ना बदल जाए. ആദിമകാലത്തിലെ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും വീര്യപ്രവൃത്തികളോടും അത് കാണാനും കേൾക്കാനും നമുക്ക് വലിയ താല്പര്യമുണ്ട്. नई सदी के जो चिन्ह चमत्कार हुए थे वो सुनना हमें बहुत पसंद है. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എപ്പോഴും വസിക്കേണ്ടതിന് അവർ കൊടുത്ത വില കൊടുക്കാൻ നാം തയ്യാറാകുന്നില്ല. लेकिन पवित्र आत्मा उनके जीवन में हमेशा वास करने के लिए उन्होंने जो अपने जीवन में कीमत चुकाई थी वो हम भूल जाते हैं. തിങ്കൾ മുതൽ ശനി വരെ തോന്നിയ പോലെ രോഗപ്രകാരമൊക്കെ ജീവിച്ചേച്ച് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലും അവിടെ എവിടെയെല്ലാം അകപ്പെട്ടേച്ച് ഞായറാഴ്ച വന്ന് പരിശുദ്ധാത്മാവേ വീര്യം പ്രവർത്തിക്കണമേ എന്ന് പറയുന്നത് അമേ കപടഭക്തിയാണ്. मंडे से लेकर शनिवार तक अपनी मन मर्जी में जीकर अपने अपने दोस्तों के साथ जीने के बाद संडे को यहाँ पर आकर हे परमेश्वर मेरे लिए छुटकारा दे करके बोलना वो एक पाखंडी का स्वभाव है. എന്നാൽ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന അണമുറിയാത്തൊരു ബന്ധം നിങ്ങൾ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം പ്രാപിക്കാൻ തയ്യാറായാൽ പ്രിയരെ, പലരും പട്ടുപോയ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ തളരാതെ അവൻ ദൈവത്തിന്റെ വചനത്തിൽ യെശയ്യാവിന്റെ പ്രവചനം 40:31 വായിക്കുന്നത് പോലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. अगर आप परमेश्वर के साथ एक निरंतर संबंध में रहना चाहोगे, हमेशा उस परमेश्वर की उस उपस्थिति में रहना चाहोगे, तो आपके जीवन में कितनी बड़ी प्रतिसंधि या प्रतिकूल की अवस्था भी आ जाए, आप डगमगाओगे नहीं, आप स्थिर खड़े रहोगे. जैसा यशायाह 40 के 39 में कहा है कि जो उकाबे हैं वो उड़ते रहेंगे, वो थकित नहीं होंगे, वो श्रमित नहीं होंगे. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. वो बिना थके दौड़ते रहेंगे और बिना थके वो चलते रहेंगे. പ്രശ്നങ്ങളുടെ മേൽ തളർന്നിരിക്കുന്നവർ ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, प्रतिसंधि के बीच में थका हुआ कोई अगर यहाँ पर बैठा है तो ഞങ്ങൾ പാസ്റ്റർമാർക്ക് നിങ്ങളുടെ അകത്ത് തരാൻ പറ്റുന്ന ആശ്വാസത്തിന് ഒരു പരിധിയുണ്ട്. हम पास्टर्स लोग आपके जीवन में देने वाले सांत्वना का एक सीमा है. സഭാജനങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കൈത്താങ്ങിന് ഒരു പരിധിയുണ്ട്. आपकी कलीसिया जो आपको मदद कर सकती है उसमें एक सीमा है. എന്നാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും നിങ്ങളെ പുഷ്പം പോലെ പുറത്തെടുക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. लेकिन किसी भी तरह के प्रतिकूल अवस्थाओं के बीच में आपको एक फूल के समान उठाने में जो सामर्थ्य है वो परमेश्वर आज हमारे बीच में है. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ, जब हम पवित्र शास्त्र पढ़ते हैं, അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ, जब प्रेरितों की किताब 16वें अध्याय की ओर हम आते हैं, അവിടെ 23 വാക്യം മുതൽ വായിച്ചാൽ वहाँ का 23वें आयत से अगर आप पढ़े, അവിടെ പൗലോസ് എന്നും ശീലാസ് എന്നും രണ്ട് വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. वहाँ पौलुस और सीलास दो व्यक्ति को हम देख सकते हैं. അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരാൽ വിടുവിക്കപ്പെട്ടതിന്റെ പേരിൽ അവരെ പിടിച്ച് അവൻ തടവിലാക്കി. उनका जीवन में देखा जाए तो वो सुसमाचार बांटने की वजह से या एक स्त्री छुड़ाए जाने की वजह से उनको बंदी गृह में डाला जाता है. 23 വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തിൽ കാപ്പാൻ കൽപ്പിച്ചു. यहाँ पर देख सकते हैं कि उन्हें बहुत मारने के बाद उनमें जंजीरें लगवाकर उन्हें बंदी गृह में डाल दिया गया. അതിനു മുൻപുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, उसकी पहले की आयतों पर हम देख सकते हैं അവരെ പിടിച്ച ശേഷം അവരുടെ വസ്ത്രമെല്ലാം ഊരിക്കളഞ്ഞു, उनको पकड़कर उनके कपड़ों को फाड़ कर उतार डाला, അവരെ വിവസ്ത്രരാക്കി, उन्हें बिना कपड़े के खड़ा करवा दिए, അവരെ വളരെ അടുപ്പിച്ചു. उन्हें बहुत मारा गया.
എന്നിട്ട് അവരെ പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടു. और उन्हें पकड़कर बंदी गृह में डाल दिया गया. ഞാൻ പറഞ്ഞല്ലോ പ്രിയരെ, ഈ 120-ലധികം പേർ കൂടിയിരുന്ന സംഘത്തിനകത്ത് ഉള്ള വ്യക്തികളുടെ ചരിത്രം ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോ 120 लोग जहाँ पर इकट्ठे थे, अगर वहाँ का इतिहास अगर हम पढ़ने लगे, രക്ഷിക്കപ്പെട്ടവരെ സഭയോട് പരിശുദ്ധാത്മാവ് ചേർത്തു. उद्धार प्राप्त किए हुए लोगों को कलीसिया के साथ जोड़ता गया. ആ ചേർക്കപ്പെട്ട് വന്ന കൂട്ടത്തിലുള്ള രണ്ട് വ്യക്തികളാ, ഒന്ന് പൗലോസും ഒന്ന് ശീലാസും. उस जुड़े हुए लोगों में से 2 व्यक्ति थे, एक पौलुस और एक सीलास. എന്ന് പറഞ്ഞാൽ അവരുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. उनके अंदर पवित्र आत्मा है. ആമേൻ. അവർ സുവിശേഷത്തിന്റെ ആത്മാവുള്ളവരായിരുന്നു. उनके अंदर सुसमाचार की आत्मा थी. അതിന്റെ പേരിൽ അവർ തല്ലുകൊണ്ടു. उनके नाम पर उनके मार खाना पड़ा. അവർ വിവസ്ത്രരാക്കപ്പെട്ടു. उनके कपड़े उतारे गए. അവരെ പിടിച്ച് ജയിലിലിട്ടു. उनको पकड़कर बंदी गृह में डाल दिया गया. നമ്മൾ താഴോട്ടുള്ള വാക്യം വായിച്ചു വരുമ്പോ हम आगे की आयतों को जब पढ़ेंगे, അവർ രാത്രി വേദന കൊണ്ട് പൊളഞ്ഞെന്നല്ല എഴുതിയേക്കുന്നത്. वो ये नहीं लिखा कि वो दर्द के मारे रो रहे थे. അവർ രാത്രി സംഘടനാ നേതാക്കന്മാരെ കുത്തിയിരുന്ന് ചീത്ത വിളിച്ചു എന്നല്ല वो എഴുതിയേക്കുന്നത്. वहाँ पर संगठन के नेताओं को बैठकर वहाँ पर गाली दिया, ऐसे नहीं लिखा है. അവർ സങ്കടം കൊണ്ട് അലമുറയിട്ട് കരഞ്ഞു എന്നല്ല അവിടെ वो എഴുതിയേക്കുന്നത്. संकट से रोने लगे, ऐसा भी नहीं लिखा है. എന്താണ് അവിടെ എഴുതിയേക്കുന്നത്? लेकिन वहाँ पर क्या लिखा है? അർദ്ധരാത്രിക്ക് अर्धरात्रि में പൗലോസും पौलुस ശീലാസും और सीलास പ്രാർത്ഥിച്ച് प्रार्थना करके ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. परमेश्वर की आराधना करने लगे. ഇന്ന് രാവിലെ തല്ലുകൊണ്ടേച്ച് വന്ന ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? आज सुबह ऐसा कोई है जो मार खाकर आया है? പിള്ളേരാരെങ്കിലും ചിലപ്പോൾ കൈപൊക്കും. സമയത്തിന് എഴുന്നേക്കാത്തതിന് പപ്പായോ മമ്മി അങ്ങനെ തല്ലിക്കാണും. बच्चों को शायद मार पड़ी होगी समय में ना उठने की वजह से. അവരുടെ മുഖം കണ്ടിട്ട് അവരാരും ഇന്ന് തല്ലുകൊണ്ടിട്ടില്ല. उनके चेहरे से भी उन्होंने कोई आज मार नहीं खाया है. ഇന്ന് രാവിലെ ഉടുത്തിരുന്ന വസ്ത്രം ആരെങ്കിലും വലിച്ചു കീറിയിട്ട് ഇതിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടോ? आपने एक पहना हुआ वस्त्र किसी ने आपको फाड़ा हुआ है, ऐसा कोई यहाँ पर बैठा है? ഉണ്ടോ? है क्या? ഇല്ല. नहीं. ഒന്ന് ആലോചിച്ച് നോക്കിയേ. एक बार आप सोच लीजिए, പൗലോസിന്റെ ശീലാസിന്റെ അവസ്ഥ. पौलुस और सीलास की अवस्था. വിവസ്ത്രരാക്കി. उनके कपड़े उतार दिए गए. കോലുകൊണ്ട് ക്രൂരമായി അടിച്ചു. उनको बहुत जोर से क्रूर तौर से मारा गया. അവർക്ക് മുമ്പേ പിടിച്ചവരെ തലയറുത്ത് കൊന്നതിന്റെ ചരിത്രം അവരുടെ മുമ്പിൽ ഭയപ്പെടുത്തുന്നതായി നിൽക്കുന്നു. उनके पहले जिनको पकड़ा था उनका सर काटा गया था, वैसा एक चरित्र उनके सामने एक भय के तौर पर खड़ी है. ഞാൻ പറയട്ടെ, അവര് കേവലം ഒരു സംഘത്തിന്റെ അംഗങ്ങളായിരുന്നെങ്കിൽ, मैं कहना चाहता हूँ अगर वो केवल एक संगठन का अगर सदस्य होता, കൂടെ സംഘാംഗങ്ങൾ ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ അവർ പതറിപ്പോയേനെ. कोई संगठन साथ नहीं होने की वजह से वो डगमगा जाते. എന്നാൽ ആത്മാവിനെ ഉള്ളിൽ പ്രാപിച്ച സഭയുടെ അംഗങ്ങളായിരുന്നു അവർ എന്ന് താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. लेकिन उनके अंदर आत्मा थी और वो आत्मा से प्राप्त एक सदस्य थे. അവർ അർദ്ധരാത്രിക്ക് പാടി സ്തുതിച്ചതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ वो പ്രിയമുള്ളവരെ? आधी रात को प्रार्थना करने की वजह क्या आपको समझ में आई? അടിയുടെ വേദന ശരീരത്തിൽ ഇല്ലാതിട്ടല്ല, मार का दर्द शरीर में नहीं है ऐसे नहीं. വിവസ്ത്രരായിരിക്കുന്നതിന്റെ മാനക്കേട് ഇല്ലാതിട്ടല്ല, वो नंगे होकर बैठे हैं उसका शर्मिंदा नहीं है ऐसा नहीं. എന്നാൽ ലോകത്തിലെ ഏത് ബാഹ്യ ഘടകങ്ങളെക്കാൾ തങ്ങൾ പ്രാപിച്ച ആത്മാവിൽ അവർ തുള്ളിച്ചാടും. लेकिन दुनिया में मिला हुआ सब बातों से भी बढ़कर उस पवित्र आत्मा उनके अंदर है. उस पवित्र आत्मा की वजह से वो नाचने और कूदने लगेंगे. ഈ 25-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. 25वें आयत के आखिरी में ऐसा लिखा है, തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നെന്ന്. वो कैद के लोग ध्यान से देखने लगे. എന്തിനായിരിക്കും അവർ ശ്രദ്ധിച്ചത്? क्यों ध्यान से देखने लगे? ഈ ദേഹം മൊത്തം അടികൊണ്ട് മുറിഞ്ഞ് വസ്ത്രം ഇല്ലാതിരിക്കുന്ന ഇവന്മാരിത് എന്തോ പ്രാർത്ഥനയാണ് അത്. ये लोग ये देख रहे हैं कि इतनी मार पीट करके इनकी इतना दर्द है शरीर में, फिर भी ये लोग क्या प्रार्थना कर रहे हैं? ഫിലിപ്പാസേ അതല്ലേ അവർ ശ്രദ്ധിച്ചത്? क्या यही ध्यान दिया होगा ना? അയ്യോ, നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുമ്പോ എന്തുവാ പ്രിയപ്പെട്ടവരെ? जब लोग हमें ध्यान से देखते हैं तो क्या दिखता है उनको? നല്ല ഒന്നാം തരം എയർ കണ്ടീഷൻഡ് ഹാള്, एक सबसे अच्छा एसी वाला हॉल, നല്ല ടാലന്റഡ് ആയിട്ടുള്ള മക്കള്. टैलेंटेड यहाँ पर बच्चे नौजवान है. എനിക്കിവിടെ വന്നപ്പോ എനിക്ക് വന്ന് പിന്നിച്ചാന്റെ സ്റ്റുഡിയോ ഇതാന്ന് തോന്നുന്നു. जब मैं आया तो मुझे लगा कि फिनिपास का स्टूडियो यही है. ഇവിടെ ഇല്ലാത്ത സംഭവം ഒന്നുമില്ല. यहाँ पर नहीं है ऐसा कोई चीज है ही नहीं. മക്കളെ, എന്നെ പോലെ ഒരാൾ ഇവിടെ നിന്ന് ആകപ്പെടും.
अगर मेरे जैसा कोई व्यक्ति खड़ा हुआ तो वो फंस जाएगा। കീബോർഡ് ഉണ്ട്, എല്ലാത്തിന്റെ പേര് പോലും എനിക്കറിയത്തില്ല. കീബോർഡ് ഉണ്ട്, कीबोर्ड है, പിന്നെ ഗിറ്റാർ ഉണ്ട്, गिटार है, ബേസ് ഉണ്ട്, बेस ഇവിടെ है। ഇല്ലാത്ത ഒന്നുമില്ല. ऐसा नहीं है कि यहाँ पर कुछ नहीं है, सब कुछ यहाँ पर है। എന്നിട്ടും ഈ വർഷിപ്പിൽ ചെയ്ത മക്കളെല്ലാരും ഇവിടെ നിന്ന് കൈ ഉയർത്തിക്കാട്ടെ, കരം തട്ടിയാട്ടെ എന്നൊക്കെ പറഞ്ഞ് 10 പ്രാവശ്യം പറഞ്ഞല്ല നമ്മൾ ഒരു തട്ട് കിട്ടുന്നത്. लेकिन फिर भी वर्शिप लीडर्स अगर यहाँ पर खड़े होके जब कहते हैं कि हाथ उठाओ, ताली बजाओ, तब जाके एक बार हम ताली बजाते हैं। നിങ്ങളെ കൊണ്ടൊന്ന് ആരാധിപ്പിക്കാൻ ഇവര് പെടുന്ന പാട് ചില്ലറയാണോ? आप लोगों से आराधना करवाने के लिए जो यहाँ पर ये लोग जो मेहनत कर रहे हैं वो कोई छोटी बात नहीं है। പൗലോസിന്റെ ശീലാസിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. लेकिन पौलुस और सीलास की अवस्था जरा आप देखिए, നാണം പോലും മറന്നിട്ടില്ലാത്ത വിവസ്ത്രരായിരിക്കുന്ന അവസ്ഥയിൽ कपड़े भी उनके उतार दिए गए, वो नंगे हैं अभी, ദേഹം മുഴുവൻ അടി കൊണ്ട് അടി കൂടെ ചോര പൊടിഞ്ഞോണ്ടിരിക്കുമ്പോഴും शरीर से मार खाकर शरीर से खून बह रहा है उनके। അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചെന്ന് आधी रात को पौलुस और सीलास परमेश्वर की प्रार्थना करके उसकी महिमा देने लगे। ഓ എന്റെ മനസാക്ഷിയിൽ എനിക്ക് കുത്തുകൊള്ളുക പാസ്റ്ററെ. ये मेरे अंदर मुझे ये वचन लग रहा है। ഓ നല്ല പാന്റ്, നല്ല ഷർട്ട്, നല്ല സംവിധാനത്തിനകത്ത് ഇരുന്നിട്ട് അവരുടെ അകത്തിരിക്കുന്നതിന്റെ ഒരു അറ്റം പോലും എന്നിൽ കാണുന്നില്ലല്ലോ. हम इतना अच्छा कपड़ा पहन के सब कुछ हमें अच्छी चीजें मिल के बावजूद भी उनके अंदर जो पवित्र आत्मा थी उसका इत्थु सा भी हमारे जीवन में नहीं है। മനസാക്ഷിയിൽ ആ കുത്തുകൊള്ളുന്നവർ കരമടിച്ച് കർത്താവിന് ഒരു മഹത്വം കൊടുത്ത്. अगर आपके मन में ये वचन आपको चोट पहुंचा रही है तो हाथ ताली बजाकर स्तुति करे। വല്ലവരുടെയും നിയന്ത്രണത്തിനകത്ത്, കാരാഗ്രഹത്തിനകത്ത് നാളെ കഴുത്ത് കണ്ടിക്കുമെന്ന് അറിയാൻ വയ്യാതെ കിടക്കുമ്പോഴാ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നത്. किसी के भी कारागृह के अंदर, बंदी गृह के अंदर कल गला काट सकता है, ऐसा वो पड़े हैं, उसके बीच में वो आराधना कर रहे हैं। ഒറ്റ കാരണമേ ഉള്ളൂ, एक ही कारण है, അവരുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. उनके अंदर पवित्र आत्मा थी। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। കരം തട്ടി കർത്താവിന് ഒരു മഹത്വം കൊടുക്കുക. हाथ ताली बजाकर परमेश्वर की स्तुति करें। എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ जब पवित्र आत्मा तुम पर आएगी നിങ്ങൾക്ക് ശക്തി ലഭിക്കും. तो तुम सामर्थ पाओगे, നിങ്ങൾ തളർന്നു പോകാതെ, आप थकोगे नहीं, നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ, आप श्रमित नहीं होंगे, നിങ്ങൾ ബലഹീനരായി പോകാതെ, आप बलहीन नहीं होंगे, കരുത്തുള്ളവരായി आप हियाव के साथ കഴുകനെ പോലെ, കഴുകനെ പോലെ, കഴുകനെ പോലെ एक हियाव के समान, ചിറകടിച്ചുയരും. उकाब के समान आप पंखे उड़ाओगे। ഹല്ലേലൂയ, हालेलुया, സ്തോത്രം. हालेलुया। എന്റെ ചരിത്രം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആസാദി ചാനലില്. मेरे गवाही आसादी चैनल में एक्सप्लेन किया गया है। നിങ്ങളുടെ പാസ്റ്റർ സ്വന്തം ചാനലാണേലും ഇത് കേൾക്കാത്തവർ കാണുമായിരിക്കും, എന്റെ സാക്ഷിയൊക്കെ കേൾക്കാത്തവർ കാണുമായിരിക്കും. ഇതിനകത്ത് यहाँ पे कुछ लोग होंगे जो पास से गवाही नहीं सुने होंगे। പാസ്റ്റർ എന്നോട് പ്രത്യേകം പറഞ്ഞു അതൊന്ന് പറഞ്ഞിട്ടേ പോകാവൂ. पास ने कहा कि वो सब बोल के ही जाना। സ്തോത്രം. प्रेज लॉर्ड। ഞാന് ഈ സംഘത്തിനകത്ത് ജനിച്ച ആളാ. मैं इस संगठन के अंदर पैदा हुआ एक व्यक्ति है। ഫിന്നി പാസ്റ്റർ സംഘത്തിൽ ജനിച്ച ആളാ അല്ലയോ? फिन्नी पास्टर भी एक संगठन के अंदर ही पैदा हुए हैं। എല്ലാവരും ഈ സംഘത്തിൽ പറഞ്ഞവരാ. हम सब इस संगठन के अंदर ही पैदा हुए हैं। പക്ഷെ ഞങ്ങൾ സഭയിലായത് പിന്നെ, ഞങ്ങൾ സഭയിലായത് लेकिन हम कलीसिया में हुआ वो बाद में। ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? क्या आप समझ रहे हैं मेरी बात? ഈ സംഘത്തിലിരുന്നാൽ നമുക്ക് ഇതൊന്നും ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. इस संगठन के अंदर बैठ के हम इन बातों को जीत नहीं पाएंगे। എന്നാൽ സഭയിലാണെങ്കിൽ നമ്മൾ ഏതിനെയും തരണം ചെയ്യും. लेकिन आप कलीसिया में हैं तो आप ओवरकम कर पाओगे। വളരെ ചുരുക്കി വേഗത്തിൽ ഞാനങ്ങ് പറയാം. मैं छोटा करके जल्दी से बोलना चाहता हूँ। 13-ാം വയസ്സിൽ ഒരു ഭീകരമായ വാഹനാപകടം എനിക്കുണ്ടായി. 13वां साल में एक भयंकर दुर्घटना हुई मेरे साथ। ഞാനൊരു ഓട്ടോയിൽ പോകുമ്പോൾ ഒരു ജീപ്പ് വന്ന് ഞാൻ സഞ്ചരിച്ച, എൻ്റെ പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ സഞ്ചരിച്ച ഓട്ടോയിൽ ഇടിച്ചു. जब मैं ऑटो में जा रहा था, पेरेंट्स भी साथ में थे, तो एक जीप आकर हमारी ऑटो पे एक्सीडेंट हुआ। എൻ്റെ ഈ വലത്തെ കൈയുടെ അസ്ഥി മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങിപ്പോയി. मेरे राइट हैंड का जो हड्डी है वो पूरी टूट गई। എൻ്റെ ഇടത് കൈയുടെ ഒരു ചൂണ്ടുവിരൽ നഷ്ടപ്പെട്ടു പോയി. मेरे लेफ्ट हैंड का जो फिंगर है वो कट हो गया। ഈ രണ്ട് പരിക്കുകളെക്കാൾ ഉപരി എൻ്റെ ഈ വയറിന്റെ വലതുവശത്തായിട്ട് ജീപ്പിന്റെ ബോണറ്റ് വന്ന് ഇടിച്ചു കയറി. मेरे इस पेट के एक तरफ में जीप का एक भाग जो है वो आकर बहुत जोर से लगा। തത്ഫലമായി എൻ്റെ ലിവറിന് സ്പ്ലിറ്റ് ഉണ്ടായി. लिवर जो है वो स्प्लिट हो गया। തിരുവനന്തപുരം മെഡിക്കൽ കോളേജില്, तिरुवनंतपुरम मेडिकल कॉलेज पर കൊണ്ട് ചെന്ന് കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു
ഈ കുട്ടിയുടെ ആന്തരികമായിട്ട് വലിയ രക്തസ്രാവം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് ഒരു മേജർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. डॉक्टर ने कहा कि इनके अंदर से इंटरनल ब्लीडिंग हो रही है, इसलिए जल्दी से सर्जरी में लेना पड़ेगा. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ കഴിഞ്ഞ് ഡോക്ടർമാർ വന്ന് എൻ്റെ പേരൻസിനോട് പറഞ്ഞു, ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റുകയില്ല. बहुत लंबा आर का सर्जरी के बाद में डॉक्टर ने आके कहा कि जो करना था हमने मैक्सिमम कर दिया है, लेकिन अब कुछ गारंटी हम नहीं दे सकते. മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് പഠനം നടത്തിയവർക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ലെങ്കിലും മനുഷ്യനെ നിർമ്മിച്ചവന് आमेन. ഗ്യാരണ്ടി പറയാം. मनुष्य के शरीर की जिसने पढ़ाई किया हो व्यक्ति लोग अगर गारंटी नहीं दे सकते, तो भी जिस मनुष्य को परमेश्वर ने बनाया वो सृष्टिकर्ता गारंटी दे सकता है. ആ ഗ്യാരണ്ടിയാ ഇന്നും എന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്. वो गारंटी है जो आज मैं यहाँ पर खड़ा हूँ. ആ അപകടത്തെ തുടർന്ന് കുറെ കാലം എനിക്ക് സർജറികളും ചികിത്സകളും ഒക്കെ ചെയ്യേണ്ടി വന്നു. बहुत सालों तक मुझे ऐसा ट्रीटमेंट सब लेना पड़ा. ദൈവത്തിന്റെ കരം അനുകൂലമാകിയാൽ ഞാൻ അത്ഭുതകരമായി വിടുവിക്കപ്പെട്ടു. परमेश्वर का हाथ मेरे अनुकूल रहा, इसलिए मैं छुटकारा पाया. ആ സമയത്തൊക്കെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഘത്തിലെ അംഗമാണ്. उस समय पर जब मैं अनुग्रह हो तो मैं एक संगठन का एक सदस्य था. എൻ്റെ 15ാം വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. मेरे 15वां साल पे मेरी बपतिस्मा हुई. ഞാൻ പറയാതെ തന്നെ ആ കാലഘട്ടത്തിലെ എൻ്റെ വിശ്വാസത്തെ, ആ പഴയകാല കാര്യങ്ങൾ, അതായത് ഒരു പെന്തിക്കോസ് സാധാരണ ഞങ്ങളുടെ നാട്ടിലെ ഒരു സംവിധാനത്തിനകത്തൊക്കെ വളരുന്ന കുഞ്ഞുങ്ങളിൽ സിംഹഭാഗ ആൾക്കാരിലും ഉണ്ടാകുന്ന ആ ആത്മീകമായ ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം എന്നിലും ഉണ്ടായിരുന്നു. ഒരു സാധാരണ പെന്തിക്കോസ് കുടുംബത്തിൽ വളരുന്ന ഒരാൾക്ക് രക്ഷ എന്താണെന്നറിയാം, സ്നാനം എന്താണെന്നറിയാം, പരിശുദ്ധാത്മാവ് എന്താണെന്നറിയാം, വചനത്തിൻ്റെ ഏകദേശ കാര്യങ്ങളെ പറ്റിയൊക്കെ സൺഡേ സ്കൂൾ പഠിച്ചതിൻ്റെയൊക്കെ ആ സ്വാഭാവിക ജ്ഞാനം എനിക്കുണ്ടായിരുന്നു. एक साधारण कलीसिया के अंदर जो ज्ञान मिलती है, उद्धार क्या होता है, पवित्र आत्मा क्या होती है, तो एक साधारण परिज्ञान मेरे अंदर थी. एक साधारण जीवन बिता रहा था. അങ്ങനെ ഞാൻ എൻ്റെ 15ാം വയസ്സിൽ സ്നാനപ്പെട്ടു. वैसे मेरे 15वां साल पर मेरी बपतिस्मा हुई. കാലങ്ങൾ കുറേ മുൻപോട്ട് പോയി. कुछ समय आगे बीत गए. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് വാഹനാപകടം ഉണ്ടായത്. मेरे 9वें क्लास पर जब मैं पढ़ रहा था तो मेरी एक्सीडेंट होती है. അത് കഴിഞ്ഞ് എനിക്ക് 18 വയസ്സായ സമയത്ത് जब मेरे 18 साल हुआ, എൻ്റെ വലത് കാലിൽ, मेरा राइट पैर में, വലത് കാലിൽ എൻ്റെ മുട്ടിൻ്റെ കുറച്ച് താഴെയായിട്ട് പാദത്തിന് കുറച്ച് മുകളിലായിട്ട് ഏതാണ്ട് ഒരു 1.5 വർഷം പഴക്കം മാത്രമുള്ള ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. मेरे घुटने के नीचे और फुट के ऊपर एक सिस्ट था, एक गांठ थी. അത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് ശസ്ത്രക്രിയ ചെയ്തു. वो बाजू वाले हॉस्पिटल में ले जाकर दिखाकर इसको ऑपरेट किया गया. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ, ऑपरेशन के बाद एक 10-20 दिन के बाद അതിന്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. उसका बायोप्सी का रिपोर्ट आया. ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്. अभी जब मैं कहता हूँ तो मैं अच्छे से जानता हूँ. ഒരു കൊച്ചു ഓങ്കോളജി പരിപാടിയൊക്കെ നമുക്കറിയാം. छोटा ऑन को सब थोड़ा मैं सीख गया. എന്നാൽ അന്ന് लेकिन उस दिन ഈ ബയോപ്സി എന്ന് പറഞ്ഞ വാക്ക് പോലും എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. ये बायोप्सी का वर्ड भी मुझे नहीं मालूम था. കോവിഡ് വരുന്നതിന് മുമ്പ് ക്വാറന്റൈൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ളവരൊന്ന് കര ഉയർത്തിക്കേ. कोविड के पहले कितने लोगों ने क्वारंटीन वर्ड सुना था? ഉണ്ടോ? ഇല്ല, നമ്മളാരും കേട്ടില്ല. സത്യമാ അല്ലയോ? അപ്പൊ അതുപോലെ എനിക്ക് ഈ അസുഖം വരുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി യാതൊരു ധാരണ എനിക്ക് ഇല്ല. तो ये बीमारी आने से पहले मैं इसके बारे में कुछ भी नहीं जानता था. ഇപ്പോഴാണ് ബയോപ്സി എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് വരെ. लेकिन अभी बायोप्सी बोले तो सबको मालूम है. ബാർബർ ഷോപ്പിൽ ഒഴിച്ച് എല്ലായിടും ഇപ്പൊ ബയോപ്സിയാ. बार्बर शॉप छोड़कर हर जगह बायोप्सी होता है. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏതൊരു ഭാഗം മുറിച്ചെടുത്താലും ബയോപ്സി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. हमारे शरीर में कोई भी भाग अगर कट करके निकाला गया तो बायोप्सी किया जाता है. एक ऐसी दुनिया में हम जी रहे हैं, ऐसा एज में हम जी रहे हैं. ഈ ബയോപ്സി റിപ്പോർട്ട് വരുമ്പോ, जब ये बायोप्सी का रिपोर्ट आया, എൻ്റെ വലതുകാലിൽ ക്യാൻസർ എന്ന മാരക രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. तो मेरे राइट लेग पर कैंसर की बीमारी है करके डायग्नोज हुआ. മനുഷ്യന്റെ കയ്യേലും കാലയിലും ഒക്കെ ക്യാൻസർ വരുമെന്ന് അതിനു മുമ്പ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. मनुष्य के हाथ और पाँव में भी कैंसर होता है करके मैंने कभी सुना भी नहीं था. അങ്ങനെ എൻ്റെ 18ാം വയസ്സിൽ ഞാൻ ക്യാൻസർ രോഗത്തിന് അടിമയായി. वैसे मेरे 18वां साल पर मैं कैंसर बीमार होगी, मुझे बीमार से ग्रसित हो गया. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, തിരുവനന്തപുരത്തുള്ള ഒരു ഫേമസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, RCC എന്ന് പറയും, റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന
ആശുപത്രിയിലേക്ക് അവരെന്നെ റെഫർ ചെയ്തു. केरला में जो एक फेमस कैंसर सेंटर है RCC, वहाँ पर मुझे रेफ़र किया गया. അവിടെ പോയി എൻ്റെ കാലിൽ തുടർന്നും സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. वहाँ पर जाकर वापस सर्जरी करना पड़ेगा, ऐसे सब डॉक्टर ने कहा. അത് കഴിഞ്ഞിട്ടുള്ള പരിശോധനയിൽ അവർ കൃത്യമായി കൺഫേം ചെയ്തു എനിക്ക് സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ എന്ന് പറയുന്ന മാരകമായ ക്യാൻസർ രോഗമാണെന്ന്. तो उसके बाद डॉक्टर ने डायग्नोस किया गया कि सॉफ्ट टिश्यू कार्सिनोमा करके एक कैंसर की बीमारी है. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളും നല്ല ഭാവിയെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട 18ാമത്തെ വയസ്സിൽ जीवन का एक सबसे अच्छी उम्र जो मैं 18 साल का था, उस उम्र में ഏത് മനുഷ്യനും ഭയമുണ്ടാക്കുന്ന ഒരു മാരക രോഗത്തിന് ഞാൻ അടിമയായി. हर मनुष्य डरने वाला एक बीमारी से मैं भी ग्रसित हो गया. ഈ പറയുന്ന സംഗതിയുടെ പ്രാഥമിക ഘട്ടങ്ങളിലൊക്കെ ഞാനൊരു സംഘത്തിന്റെ അംഗമായിരുന്നു. इसके शुरुआत में मैं एक संगठन का सदस्य था. അതിനു മുമ്പ് ഉള്ള ചരിത്രത്തിൽ ക്യാൻസർ ബാധിച്ചവരെ എല്ലാം മരിച്ചു പോയതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. उसके पहले तक मैं जो भी कैंसर से बीमार हुए हैं उनको मरते हुए ही मैंने देखा है. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ 2008 ഞാൻ ഈ പറയുന്നത്. അന്നത്തെ ഒരു ചിന്താഗതിയിൽ, എൻ്റെ ചിന്താഗതിയിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ പിന്നീട് കുറച്ചു കാലം ചികിത്സ ചെയ്യും, അത് കഴിഞ്ഞ് മരിക്കും എന്നുള്ളതാണ് നമുക്ക് പൊതുവേ നമ്മുടെ തലച്ചോറിൽ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതി. तो उस ज़माने में हमारे अंदर एक ऐसा नॉलेज है कि अगर कैंसर होती है तो कुछ समय ट्रीटमेंट करते हैं, लेकिन उसके बाद फिर वो व्यक्ति मर जाता है, ऐसा हम जानते हैं. അതിജീവിച്ചവരെ അധികം ഞാൻ കണ്ടിട്ടില്ല. ओवरकम किया हुआ लोगों को मैंने देखा नहीं था. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ക്യാൻസർ രോഗം ബാധിച്ചാൽ ആമേൻ അത് ഭയങ്കര ചെലവേറിയ ചികിത്സയാണെന്നുള്ളത്. दूसरी बात ये था कि अगर कैंसर की बीमारी हो गई तो बहुत महंगी ट्रीटमेंट करनी पड़ती है. ഈ കാരണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായപ്പോൾ ഞാൻ വല്ലാത്ത പ്രതിസന്ധിയിലായി. तो ये सब जब मेरे जीवन में होने लगा तो मैं बहुत ही प्रतिकूल अवस्था पर चला गया. അതേ സമയത്ത് തന്നെ എനിക്ക് രോഗം ബാധിച്ച സമയത്ത്, ഞങ്ങൾ ചികിത്സയിലായിരിക്കുന്ന സമയത്ത്, അവിടുത്തെ യാത്രകളുടെ മധ്യത്തിൽ RCCയിൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു ദൈവദാസന്റെ കുടുംബമുണ്ട്. तो जब मैं इस ट्रीटमेंट के दौरान परिचित हुआ, एक पास्टर का फैमिली था. എനിക്ക് ബാധിച്ച അതേ ഡയഗ്നോസിസ്, അതേ രോഗം തന്നെ ഈ കാലിൻ്റെ, എനിക്ക് മുട്ടിന് താഴെയായിരുന്നു, ആ ദൈവദാസിക്ക് മുട്ടിന് മുകളിലായിട്ടാണ് ഈ രോഗം ബാധിച്ചത്. तो मेरे को जो हुआ था वो सेम उनको भी हुआ था. मुझे घुटने के नीचे था, लेकिन उनको घुटने के ऊपर में वो सेम बीमारी उनको भी हुआ था. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്റർ ആയിരുന്നു, ആ പ്രിയപ്പെട്ടവളുടെ ഭർത്താവ്. उस बहन का जो पति है वो असेंबलीज ऑफ गॉड के चर्च के पास्टर थे. ഒരേ വിശ്വാസം ഫോളോ ചെയ്യുന്നവരെന്ന നിലയ്ക്കൊക്കെ ഈ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം ഈ RCCയിലെ ചികിത്സ മുഖാന്തരം ഉടലെടുത്തു. हम भी असेंबलीज ऑफ गॉड होने की वजह से इस परिवार के साथ हमारा एक संबंध दृढ़ होने लगा. അന്ന് എനിക്ക് 18 വയസ്സ്, ഈ പറഞ്ഞ സഹോദരിക്ക് 28 വയസ്സ്. उस दिन मेरे को मेरा 18 उम्र और उस बहन की उम्र 28 था. അവരുടെ ഒരു കുഞ്ഞനുജനെ പോലെ എന്നെ ചേർത്ത് പിടിക്കുകയും വളരെ സ്നേഹത്തോടെ എന്നോട് പെരുമാറുകയും ചെയ്തു. उनका एक छोटा भाई के समान उन्होंने मुझे साथ रखा और बहुत प्रेम के साथ व्यवहार किया. എൻ്റെ മാതാപിതാക്കളൊക്കെ വളരെ സാധാരണക്കാരാണ്. मेरे माता पिता काफी साधारण लोग हैं. ഈ പാസ്റ്റർ ആണെങ്കിൽ എപ്പോഴും നല്ല പ്രത്യാശയുടെ വാക്കുകളും വിശ്വാസത്തിന്റെ വചനങ്ങളും ഒക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്നെ ഒത്തിരി ബലപ്പെടുത്താൻ തുടങ്ങി. ये पास्टर जो थे वो हमेशा विश्वास की बातें कह के, आशा की किरण की बातें सब बोल के मुझे सांत्वना देते रहते थे. അപ്പൊ ഞാൻ ചിന്തിച്ചത്, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാനും ഈ രോഗത്തിൽ നിന്ന് വിമുക്തനാകും. तो मुझे लगा कि वो पास्टर मेरे लिए प्रार्थना करने की वजह से मैं इस बीमारी से मैं मुक्त हो जाऊंगा. എന്നാൽ എൻ്റെ 4ാമത്തെ കീമോയുടെ സമയത്ത്, लेकिन मेरे चौथे कीमो के वक्त पर ഞങ്ങൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ जब मैं अस्पताल जा रहा था, ഈ വാത്സല്യ സഹോദരിയുടെ ചേതനയേറ്റ ശരീരമാണ് ഞാൻ കണ്ടത്. तो ये बहन का शरीर मुझे देखने मिला है. എന്നെ കാണുമ്പം ഈ പാസ്റ്റർ ജോജി പാസ്റ്റർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും വളരെ വേദനയോടെ കരയുകയും നിലവിളിക്കുകയും ചെയ്തു. मेरे को देखकर ये पास्टर दौड़कर मेरे पास आए और मुझे गले लगाकर वो बहुत रोने लगे. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. उन्होंने मुझे आज भी उनके शब्द याद है. മരിച്ചു നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവളെ ഒന്ന് ഉയർപ്പിക്കുമോ? എനിക്ക് 2 പൊടി പെൺകുഞ്ഞുങ്ങളാണ്.
मरकर 4 दिन होने के बाद भी लाजर को जिस परमेश्वर ने उठाया कि मेरी पत्नी को भी क्या आप उठाओगे, मेरे 2 छोटे छोटे बच्चे हैं। ഹൃദയം തകർന്ന് നിലവിളിക്കുന്ന ആ മനുഷ്യന്റെ ആ നിലവിളിക്ക് മുമ്പിൽ അദ്ദേഹത്തെക്കാൾ അതേ രോഗം ബാധിച്ചു നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അതിന്റെ പരിസരത്ത് അതിനേക്കാൾ ഹൃദയ തകർച്ചയോടുകൂടെ ഞാൻ നിൽക്കുവാനിടയായി. जब अपनी पत्नी के उस देहांत के दुख में रोते समय मैं भी वो सेम बीमारी से गुजर रहा था और मैं भी बाजू में खड़े होकर बहुत जोर से रोने लगा. എന്റെ പരിമിതമായ ആത്മീയ അറിവ് കൊണ്ട് ഞാൻ ചിന്തിച്ചു, പാസ്റ്ററുടെ ഭാര്യ ഈ രോഗത്തിന് കീഴടങ്ങി പോയെങ്കിൽ വലിയ താമസമില്ലാതെ ഒരു സാധാരണ വിശ്വാസിയുടെ മകനായ എനിക്കിനി വലിയ നിലനിൽപ്പൊന്നും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. उधर खड़े होकर मैंने इस प्रकार से सोचा कि इतना विश्वास रखने वाले पास्टर की पत्नी अगर आज वो मर चुकी है तो मैं जो साधारण विश्वासी, मेरे भी सामने अभी कोई आशा नहीं रही. അങ്ങനെ അപക്വമായ ആത്മീയ അനുഭവമുള്ള ഞാൻ അത്തരത്തിലുള്ള ചിന്തകളും 18 വയസ്സിലെ ചാബല്യ കാലഘട്ടങ്ങളും ഒക്കെ ഉള്ള ആ സമയത്ത് ഞാൻ വളരെ വിഷണ്ണനായി കഴിഞ്ഞിരിക്കെ ഒരു ദിവസം तो उस वक्त एक साधारण विश्वास रखने की वजह से और उस उम्र में जब मैं ऐसा ही सोचकर बैठा हुआ था तो एक दिन ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ हमारे कलीसिया में होने वाली उपवास प्रार्थना में ഇതുപോലെ കുറെ ആൾക്കാർ അവിടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു. ऐसे बहुत लोग बैठकर वचन सुन रहे थे. അന്ന് അവിടെ കടന്നു വന്നൊരു ദൈവത്തിന്റെ ദാസൻ तो वहां पर आया हुआ एक परमेश्वर का दास വളരെ ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ काफी सामर्थ्य से जब वो वचन की सेवकाई कर रहे थे, അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ എൻ്റെ തലയിലൊന്നും മുടിയില്ല, കീമോയൊക്കെ ചെയ്ത് തലമുടിയൊക്കെ പോയി. അന്ന് ഈ 18 വയസ്സിൽ ഈ പൊടിമീശയൊക്കെ വരുന്ന പ്രായമാണ്. ഈ മീശയൊക്കെ പൊടിഞ്ഞു പോയി. ഞാനിങ്ങനെ ഒരു മങ്കി ക്യാപ്പൊക്കെ വെച്ച് മാസ്ക് ഒക്കെ വെച്ച് ആരുടെയും മുമ്പിൽ വെളിപ്പെടാതെ ഏറ്റവും പുറകിൽ ഇങ്ങനെ പമ്മി വന്നിരിക്കും. तो उस समय मेरे सर के बाल सब झड़ चुके थे, तो मैं कैप लगा के रखा था और यहाँ पे जो मूंछ वगैरह आती है वो सब झड़ चुका था. एक मास्क लगाकर मैं किसी के नज़र में ना आए करके छुप कर एक कोने पर मैं ऐसा बैठा हुआ था. കീമോയും റേഡിയേഷനും ഒക്കെ കൊണ്ട് തളർന്ന് കലങ്ങി മറ്റുള്ള പലരുടെയും മരണവും ദിവസേന പലരുടെയും മരണവാർത്തകളും ഒക്കെ ചെവിയിലെത്തി ഇങ്ങനെ ആകെ വിഷണനായിരിക്കെ എൻ്റെ മനസ്സിൽ തോന്നി, ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിൽ അർത്ഥമില്ല, എത്രയും പെട്ടെന്ന് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ കയറി ആത്മഹത്യ ചെയ്യാം. तो ये सब कैंसर की वजह से, कीमो और ये सारे प्रतिकूल के बीच में मैंने ऐसे सोचा कि अब आगे जीने से मतलब नहीं है, मैं किसी को भी मुसीबत होने नहीं दूंगा, इसलिए मैं सुसाइड कर लूँगा. അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഹാളിൽ ഏറ്റവും പുറകെ വന്നിരുന്നത്. ऐसा सोचकर मैं इस हॉल के कोने में सबसे पीछे बैठा हुआ था. എന്നാൽ അവിടെ വന്ന് ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ദാസൻ, लेकिन वहाँ पर वचन की सेवकाई करने वाला परमेश्वर का दास, അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, उन्होंने एक ऐसा एक शब्द कहा, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, तेरा सोच नहीं है मेरी सोच, നിന്റെ വഴികൾ എൻ്റെ വഴികളുമല്ല, तेरी राह नहीं है मेरी रास्ता. അദ്ദേഹം ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ, और उन्होंने इस प्रकार से कहा कि आत्महत्या के बारे में सोचने वाले हैं मनुष्य, നിനക്ക് മുമ്പേ ഉള്ളവരുടെ പല ചരിത്രവും നോക്കി നീ വിഷണ്ണനായിരിക്കുന്നെങ്കിൽ, तेरे मुन आगे हुआ कुछ घटनाओं को देखकर अगर आज तू दुखी है तो ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്, അവൻ പൊന്നുപോലെ നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. परमेश्वर ने तुझे देखा है, वो तुझे उठाकर बाहर लेकर आएगा. ഞാനൊരു സ്വോത്രം പോലും പറഞ്ഞില്ല. मैंने एक धन्यवाद भी नहीं कही. ഞാൻ സ്വോത്രം പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ആൾക്കാർ തിരിഞ്ഞു നോക്കുമെന്ന് കരുതി ഞാൻ മിണ്ടാതെ ഇരുന്നു. अगर मैं धन्यवाद कहूंगा तो लोग मुझे पलट कर देखेंगे, ये सोचकर मैं चुपचाप बैठा रहा. അന്ന് രാത്രി ദൈവം എന്നെ സംഘാംഗത്തിൽ നിന്ന് സഭാംഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. उस रात को परमेश्वर ने मुझे एक संगठन के सदस्य से एक कलीसिया के सदस्य की ओर में ट्रांसफर कर दिया. അതുവരെ കേവലം സംഘത്തിന്റെ അംഗമായിരുന്നു तब ഞാൻ. तक मैं केवल एक संगठन का सदस्य था. അന്ന് രാത്രി എൻ്റെ വീട്ടിൽ ഞാൻ തിരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. उस दिन रात को जब मैं वापस घर गया मेरी नींद उड़ गई. അന്ന് വരെ ആത്മീക ചിന്താഗതി എന്ന് പറയുന്നത് ഒരു നുകം പോലെ തോളിൽ ചേറ്റ ഞാന് അന്ന് നുകമായി തോളിലിരുന്നത് എൻ്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് വരാനിടയായി. उस दिन तक जो मेरे कंधे पर रखा हुआ एक बोझ था वो मेरे हृदय के अंदर आने लगा. നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ നിങ്ങളോട് അല്പം മുമ്പ് വരെ ഘോരം പ്രസംഗിച്ച പരിശുദ്ധാത്മാവെന്ന് പറയുന്ന
ആ ശരിയായ അനുഭവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ 18-ാമത്തെ വയസ്സിൽ അവൻ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയ എൻ്റെ അകത്ത് രാത്രിയുടെ യാമത്തിൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി. 18 साल पे उम्र पे वैसी प्रतिकूल की अवस्था पर बैठे समय जो पवित्र आत्मा के विषय पर जो मैं यहाँ पर कह रहा था, वो पवित्र आत्मा मेरे कमरे के अंदर उतर आया. അന്നാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. उस दिन मैं अभिषेक प्राप्त किया. സ്തോത്രം. Praise Lord. ഹല്ലേലൂയ. Hallelujah. അന്ന് എനിക്ക് ദൈവം തന്നൊരു ട്രാൻസ്ഫർ ആണ്. സംഘാംഗത്തിൽ നിന്ന് കർത്താവ് എന്നെ സഭാംഗമാക്കി. उस दिन में को जो ट्रांसफर वो ये था कि संगठन से परमेश्वर मुझे ट्रांसफर सभा में करवा ഇന്ന് എന്നെ दिया. കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, आज मुझे सुनने वाले प्रिय भाई बहन, ചില ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ തരണം ചെയ്യാൻ കഴിയാതെ നീ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, कि कुछ जीवन की प्रतिसंधियों के बीच में अगर आप उससे सामना नहीं कर पा रहे हो तो ഒരു പ്രശ്നം വരുമ്പോ പുറകോട്ട് പോകണമെന്ന് മനസ്സിനകത്തൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ, एक मुसीबत जब आती है तो पीछे जाना है, एक ऐसा चिंता आपके मन में आता है तो ഓർത്തോണം നിങ്ങൾ സംഘാംഗത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. आप ये सोच लो कि आज भी आप केवल एक संगठन के सदस्य हो. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇതിനകത്ത് ചില ആൾക്കാരുടെ അകത്തൊരു ട്രാൻസ്ഫർ നടക്കാൻ പോവുകയാണ്. पवित्र आत्मा मुझसे कह रही है कि इसके अंदर के कुछ लोगों के अंदर वो ट्रांसफॉर्म हो रही है. കുറെ കാലമായിട്ട് സംഘാംഗമായിരിക്കുക, बहुत सालों से आप एक संगठन के सदस्य हो. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചിലരെ സഭാംഗമാക്കാൻ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നു. लेकिन आज इसके अंदर से कुछ लोगों को परमेश्वर सभा के सदस्य बनाने जा रहा है. എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും? कितने लोग समर्पण करने को तैयार है? ഒരു ട്രാൻസ്ഫർ ഇതിനകത്ത് നടക്കാൻ एक പോവുകയാണ്. ट्रांसफर इसके अंदर होने जा അവൻ रही है. പരിശുദ്ധാത്മാവ് അകത്ത് വരുമ്പോൾ पवित्र आत्मा जब तुम्हारे अंदर आएगी ഭയങ്കരമായ വ്യത്യാസം നമ്മളിൽ ഉണ്ടാകും. तो हमारे जीवन में बहुत सारे फर्क दिखने लगेंगे. അതിനെ നമ്മളൊന്ന് സമർപ്പിക്കണം. उसके लिए हमें समर्पण करना जरूरी എഫേസ്യർക്ക് है. എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, एफिसियों 4 का 22 अगर हम पढ़ेंगे, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് आपके चाल चलन से संबंधित മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്, താഴ്ത്തു മാറ്റി നമ്മളെ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. 22 तुम पिछले चाल चलन के पुराने मनुष्य को जो भरमाने वाली अभिलाषाओं के अनुसार भ्रष्ट होता जाता है उतार डालो और अपने मन के आत्मिक स्वभाव के नए बनते जाओ और नए मनुष्य को पहन लो जो परमेश्वर के अनुरूप सत्य की धार्मिकता और पवित्रता में सृजा गया हो. അപ്പൊ ആത്മാവ് സംബന്ധമായ ഒരു പുതുക്കം നമ്മുടെ അകത്തുണ്ടാകണം. तो आत्मा से संबंधित हमारे जीवन में नया होना जरूरी है. ആ പുതുക്കം ഉണ്ടാകുമ്പോൾ പഴയ മനുഷ്യൻ മരിക്കുകയും പുതിയ മനുഷ്യൻ ജനിക്കുകയും ചെയ്യും. तो वो जब हमारे जीवन में आएगा तो पुराना मनुष्य मरकर एक नया मनुष्य की जन्म होती है. നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, आप अपने आप को पवित्रताई में जब समर्पण करके दोगे, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾക്ക് നേരിടാൻ സാധ്യതയുള്ള ഏത് ലോകൈക പ്രതിസന്ധികളെയും ആത്മാവിൽ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. तो इस संसार पर जब हम जीते हैं तो इस दुनिया में हमारे जीवन में होने वाली हर एक मुसीबतों को आत्मा में ओवरकम करने के लिए परमेश्वर हमें सहायता करेगा. എന്റെ പ്രിയരെ, ക്യാൻസറിന്റെ മുമ്പിൽ ആത്മഹത്യയെ പറ്റി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്റെ അകത്ത് ഈ പറഞ്ഞ ആത്മാവിന്റെ രൂപാന്തരത്തിന്റെ അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. मेरे कैंसर की बीमारी के बीच में अगर मुझे उस आत्महत्या की प्रेरणा आने का रीजन यह है कि मेरे अंदर ये पवित्र आत्मा की अनुभव नहीं था. എന്നാൽ അവിടെ നിന്ന് ദൈവം എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങി. लेकिन वहां से परमेश्वर मेरे जीवन को बदलने लगा. ക്യാൻസർ മാറിയില്ല കേട്ടോ. कैंसर नहीं हटा था.
എന്നാൽ എൻ്റെ അകത്ത് ക്യാൻസറിനോടുള്ള ഭയം മാറി. लेकिन मेरे अंदर कैंसर से तो भय था, वो चला गया. 2 കീമോയും കൂടെ ചെയ്യേണ്ടി വന്നു. 2 कीमो और मुझे करना पड़ा. അത് കഴിഞ്ഞിട്ടുള്ള പരിശോധനയിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസറിനെയും ദൈവം സൗഖ്യമാക്കി. उसके बाद के टेस्ट में कैंसर की बीमारी भी मेरे शरीर से पूरा निकाल दिया गया. കരമടിച്ച് കർത്താവിന് ഒരു മഹത്വം കൊടുത്താൽ हाथ ताली बजाकर परमेश्वर की स्तुति करें. ഹല്ലേലൂയ. അല്പം കൂടെ ഉണ്ട് കേട്ടോ. थोड़ी और है. അത് കഴിഞ്ഞ് കുറേ കാലം മുമ്പോട്ട് പോയി. तो और थोड़ा दिन आगे बीत गए. പിന്നെ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ തൊട്ടതെല്ലാം പൊന്നാകുന്ന കാലമായിരുന്നു പിന്നെ ഞാൻ കണ്ടത്. फिर ऐसा था कि ഹിന്ദി जो हम छुएंगे वो सब कुछ सोना बनने वाला एक ऐसा युग था. ഈ മലയാളത്തിന്റെ ഒരു കുഴപ്പമാ, ചിലതൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. मलयालम के कुछ शब्द ट्रांसलेट करना मुश्किल है. പിന്നീടുള്ള 6-7 വർഷങ്ങൾ ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. फिर आगे के 6-7 साल परमेश्वर मुझे बहुत सारी बातें सिखाए. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് കൊള്ളാകുന്നവനായി ദൈവം എനിക്ക് പരിശീലനങ്ങൾ തന്നു. परमेश्वर के सेवक में परमेश्वर मेरे को चुन कर लिया और मुझे उसका ट्रेनिंग मेरे जीवन में प्रशिक्षण करवाए. 5-6 വർഷത്തെ സെമിനാരി പഠനം ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. 5-6 साल की बाइबल कॉलेज में पढ़ने के लिए परमेश्वर ने मुझे सहायता किया. ഇതെല്ലാം കഴിഞ്ഞു. ये सब कुछ हो गया. 5 വർഷം ഞാൻ RCCയിൽ എല്ലാ വർഷവും ചെക്കപ്പിന് പോയി. 5 साल में RCC में चेकअप के लिए हर साल जाता रहता था. 5ാം വർഷം ഡോക്ടർ എന്നോട് പറഞ്ഞു യു ആർ കംപ്ലീറ്റ്ലി ഓക്കേ. 5वें साल में परमेश्वर ने कहा कि तुम पूरी तौर से चंगे हो गए हो. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട. आमेन. अब यहाँ पर तुम वापस आना ही मत. आमेन 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 आमेन. ദൈവമേ ഇവരുടെ കയ്യടി അവസാനം വരെ കാണുമോ എന്നുള്ളതാ. आपका ये हाथ ताली के आखिरी तक रहेगा. അത് കഴിഞ്ഞ് उसके बाद എനിക്ക് 27 വയസ്സായി. मेरा 27 उम्र हो गया. മുൻപ് വന്ന ക്യാൻസറിന്റെ ഓർമ്മകളൊക്കെ അനുഭവസാക്ഷ്യം പറയുന്നിടത്ത് മാത്രമേ എനിക്ക് വരാറുള്ളൂ. वो जो कैंसर का जो बीमारी था जहाँ पर मैं गवाही बोलता हूँ सिर्फ उधर ही मुझे याद आती थी. ഈ അന്ന് കാലയിൽ ക്യാൻസർ വന്നിടത്ത് റേഡിയേഷൻ ചെയ്തതിന്റെ ഒരു ചെറിയ പാടുണ്ട്. कैंसर जहाँ पर पाँव में आया था वो जो रेडिएशन किया एक दाग अभी भी है. അതല്ലാതെ എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. उसके अलावा मुझे और कुछ प्रॉब्लम नहीं है. നിങ്ങളെ എല്ലാവരെയും പോലെ ഓടാം ചാടാം. आपके सबके समान मैं दौड़ सकता हूँ, भाग सकता हूँ. എനിക്ക് സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നീന്താം, എല്ലാം ചെയ്യാം. मुझे तैरना बहुत पसंद है, मैं सब कुछ कर सकता हूँ. ഞാൻ 6 പ്രാവശ്യം ഈ നമ്മുടെ കൊച്ചിയിലൊരു സംഭവം ഉണ്ടല്ലോ, എന്താ മോനെ അതിന്റെ പേര്, വണ്ടർലായി പോയിട്ടുണ്ട്. मैं 6 बार वंडरला जा चुका हूँ. ഈ വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ ചാടുന്നതും വെള്ളം ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. मुझे पानी के अंदर ऐसा कूदना, एंजॉय करना बहुत पसंद है. അങ്ങനെ തുടർന്നുള്ള വർഷങ്ങളെല്ലാം ശുശ്രൂഷയിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എനിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട വർഷങ്ങളായിരുന്നു. वैसे आगे के साल मेरे जीवन में पढ़ाई में हो चाहे हर जगह पर सेवकाई में हो तो मेरे काफी आनंद का दिन था. ഞാൻ ബാംഗ്ലൂർ SABC എൻ്റെ MD കഴിയുന്ന കാലം മുതലേ പിന്നെ അടുത്ത നാട്ടിലൊക്കെ അറിയാമല്ലോ, നാട്ടിലെന്നല്ല, ഇപ്പൊ അല്പം മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ ദേവദാസൻ സാക്ഷ്യം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ വിവാഹത്തെ പറ്റി. बैंगलोर में SABC जब मैं पढ़ रहा था वो सब समय पर अच्छा समय पर चल रहा था और जिस प्रकार से उन्होंने गवाही कहा. ആത്മീയ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനോളം പ്രാധാന്യമുള്ള സംഗതിയാ കുടുംബം എന്ന് പറയുന്നത്. जैसा एक सेवकाई में पवित्र आत्मा का महत्व है वैसा ही परिवार भी जीवन में बहुत महत्व है. അപ്പൊ അതുകൊണ്ട് വിവാഹത്തെ പറ്റിയുള്ള ചിന്തകൾ ഇങ്ങനെ വന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ शादी के बारे में जब सोच ऐसे मन में आने लगा उस समय पर 27ാം വയസ്സിൽ मेरे 27 उम्र में ഞാൻ ആ സമയത്ത് തിരുവല്ലയിൽ ഒരു പയനിയർ പ്രവർത്തനത്തിൽ ഇങ്ങനെ വ്യാപൃതനായിരിക്കെ मैं उस समय पर तिरुवल्ला में मैं सेवकाई जब कर रहा था. എന്റെ 27ാം വയസ്സിൽ मेरे 27 उम्र में ഏതാണ്ട് 8-9 വർഷങ്ങൾക്ക് മുൻപ് എന്നിൽ വന്ന് മാറി പൂർണ്ണമായും സൗഖ്യമായി എന്ന് ഉറപ്പിച്ചു വെച്ചിരുന്ന ആ രോഗം വീണ്ടും വന്നു. कुछ साल पहले जो पूरी तौर से चंगाई मिल गया है ऐसा कहा हुआ वही बीमारी मुझे वापस आया. എന്തായിരിക്കും മാനസികാവസ്ഥ? क्या रहेगा मानसिक अवस्था? സ്വത്രമൊക്കെ പോയ പോക്ക് കണ്ടോ? सबकी धन्यवाद देना सब चला गया. ഇച്ചിരി മുമ്പേ കൈയടിച്ചവരെ ആരും ഇവിടെ കാണുന്നില്ല. थोड़ी देर पहले जो ताली बजाए थे वो कोई यहाँ दिख नहीं रहा. ഹല്ലേലൂയ. हालेलुया. യാക്കോബ് പറഞ്ഞൊരു വാക്യമുണ്ട്. याकूब ने एक वचन कहा है, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ भाग्यवान. ഭാഗ്യവാൻ. जो परीक्षा सहता है वो मनुष्य धन्य है.
നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ വളരെ മിടുക്കുള്ളവരായിരിക്കാം. हम स्कूल्स में कॉलेजेस में हम काफी टैलेंटेड रहेंगे. നിങ്ങൾ ക്ലാസ്സിൽ എത്ര നന്നായിട്ട് പഠിക്കുന്ന എത്ര എക്സ്ട്രാ ബ്രില്യൻസ് ഉള്ള ആളാണെങ്കിലും आप क्लास में कितने अच्छे से पढ़ाई करने वाले कितने ब्रिलियंट स्टूडेंट भी क्यों ना हो, ആ ബ്രില്യൻസിന്റെ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഒരു പരീക്ഷ എഴുതിയിരിക്കണം. अगर उस ब्रिलियंसी का अगर आपको एक स्थापित मिलना है तो आपको एक एग्जाम लिखना पड़ेगा. ഞാൻ പറഞ്ഞത് ശരിയാണോ? क्या मैं जो कहा वो सही है? ഇതുപോലെ തന്നെയാണ് ആത്മീക ജീവിതവും. वैसे ही है हमारा आत्मिक जीवन भी. നിങ്ങൾ എത്ര നല്ല എത്ര ആഴത്തിലുള്ള സ്പിരിച്വൽ എന്താ പറയുക എത്ര ആത്മീക കൊയ്ത്തുകൾ നടത്തി നിങ്ങളുടെ അകത്ത് നിങ്ങൾ എത്ര നിറഞ്ഞ മനുഷ്യനായാലും ഒരു പരീക്ഷ ചില പരീക്ഷകൾ നിങ്ങൾ എഴുതണം. आमेन. आपके जीवन में कितनी अच्छे से आत्मिक आपने जीवन बिताया हो, कितनी अच्छी भी बीज आपके अंदर हो, लेकिन अगर उसका फल बाहर आना है तो आपको एक परीक्षा लिखनी पड़ेगी. എന്റെ 14-ാം വയസ്സിൽ ഞാനൊരു പരീക്ഷ എഴുതി. मेरे 4वां उम्र में मैंने एक एग्जाम लिखा. അത് ഈ പ്ലേസ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലുള്ള ഒരു പരീക്ഷയായിരുന്നു. वो केवल एक प्ले स्कूल के बच्चे जैसे लिखते हैं वैसे एक परीक्षा थी. കൂടെ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു തരും, നമ്മൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ ആദ്യം മാർക്ക് തരും. साथ में रहने वाले भी बता के देते हैं आंसर, हम कुछ भी बोल दो हमको मार्क्स ऐसे ही मिल जाते थे. 18-ാം വയസ്സിൽ 10-ാം ക്ലാസ്സിലെയൊക്കെ ലെവലിൽ ഒരു പരീക്ഷ ഞാൻ എഴുതി. लेकिन मेरे 18वां उम्र पे मैंने एक 10वीं स्टैंडर्ड का परीक्षा लिखा. എന്നാൽ എന്റെ 27-ാം വയസ്സിൽ लेकिन मेरे 27वें उम्र में ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു എക്സാം വന്നു. एक पोस्ट ग्रेजुएशन लेवल का परीक्षा मैंने लिखी. അതൊരു വല്ലാത്ത പരീക്ഷയായിരുന്നു. वो एक अलग ही परीक्षा थी. എന്റെ കാലയില് ആ രോഗം വന്ന അതേ ഭാഗത്ത് വീണ്ടും രോഗം വന്നു. मेरे पाँव में जहाँ पर बीमारी आई थी वहाँ पर वापस वो बीमारी आने लगा. ഞാൻ RCCയിൽ വീണ്ടും അഡ്മിറ്റ് ആയി. मैं वापस RCC में एडमिट हुआ. കാലയിൽ വീണ്ടും സർജറി ചെയ്തു. पैर में वापस सर्जरी किया गया. സർജറി കഴിഞ്ഞ് ആ രോഗബാധയുള്ള ഭാഗമെല്ലാം റിമൂവ് ചെയ്തു. सर्जरी के बाद जो जो बीमार से जो कैंसर सेल्स थे वो सारा रिमूव किया गया. അത് കഴിഞ്ഞൊരു 10-20 ദിവസം കഴിഞ്ഞിട്ട് उसके बाद 10-20 साल के बाद എൻ്റെ കാലിലെ ആ സർജിക്കൽ വൂണ്ടിന്റെ സ്റ്റിച്ചസ് റിമൂവ് ചെയ്യാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ सर्जिकल वूंड के स्टिचेस रिमूव करने के लिए जब मैं हॉस्पिटल में गया, ആ ഡോക്ടർ വന്ന് ആ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് സെക്കൻഡുകൾ കഴിയും മുമ്പേ ആ സർജിക്കൽ വൂണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി. वो स्टिचेस रिमूव करते समय सर्जिकल वूंड वो खुल गया. എൻ്റെ കാലിൻ്റെ മുൻവശത്തുള്ള നമ്മുടെ മുട്ടിന് താഴോട്ടുള്ള പ്രധാനപ്പെട്ട അസ്ഥി ടിബിയ എന്ന് പറയും, മലയാളത്തിൽ കൊതുമ്പൽ എന്ന് പറയും, ആ അസ്ഥി കാണാൻ കഴിയുന്ന തരത്തിൽ ആ വൂണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി. तो मेरे पैर के नीचे का जो बोन है जिसे टीबिया कहते हैं वो बोन दिखने जैसा उतना डीप में वो स्टिचेस सूचर वूंड खुल गया. എനിക്ക് വളരെ പ്രയാസം തോന്നി. मुझे बहुत ही बुरा लगा. എൻ്റെ ശുശ്രൂഷ സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് പിൻവാങ്ങേണ്ടി വന്നു. मेरी सेवकाई की जगहों से मुझे पीछे हटना पड़ा. RCCയിൽ ഈ കാലയിലെ വൂണ്ട് സെറ്റിലാക്കേണ്ടതിന് വേണ്ടിയിട്ട് പലതവണ ഞങ്ങൾ കയറി ഇറങ്ങി. RCC में उस वुंड का जो स्टिचिंग के लिए मुझे बार बार हॉस्पिटल आना जाना करना पड़ा. ഒത്തിരി മരുന്നുകൾ ഉപയോഗിച്ചു. बहुत सारी दवाइयों का इस्तेमाल करना पड़ा. അങ്ങനെ മുൻപോട്ട് പോകവേ ऐसे आगे जाते समय 2017 ഡിസംബർ 26 2017 दिसंबर 27 എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുരന്തമുണ്ടായ ദിവസം. मैं जीवन में कभी भूल नहीं सकता वैसा एक दुर्घटना मेरे साथ हुई. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു ചെറിയ റാമ്പ് ഉണ്ട്. मैं मेरे घर के आगे एक छोटा सा रैप है. അവിടുന്ന് ഞാൻ എൻ്റെ ഈ വലങ്കാല് രോഗബാധിതമായ ഈ വലങ്കാല് വെച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ जो बीमार से वो जो लगा था वो पैर से जब मैं रख कर आगे चल रहा था എൻ്റെ കാലിൻ്റെ പാദം ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. मेरा पैर थोड़ा सा स्लिप हो गया. ഏകദേശം ഒരു 80 കിലോയോളം ഭാരം എനിക്കുണ്ട്. मेरा वजन 80 किलो था. എൻ്റെ 80 കിലോ ഭാരം എൻ്റെ കാലിൻ്റെ ആ രോഗാതുരമായ ഭാഗത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. तो मेरा जो 80 किलो का जो मेरा बॉडी का वजन था वो जो पैर में जो बीमार थी वो पैर उठा नहीं ले पाया. എൻ്റെ പെട്ടെന്ന് എൻ്റെ കാല് ഒടിഞ്ഞതാണെന്ന് എനിക്ക് അന്നേരം തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്നൊരു ഉണങ്ങിയ മടൽ ഒടിയുന്നത് പോലൊരു സൗണ്ട് എൻ്റെ ചെവിയിൽ കേട്ടു. मेरे को जल्दी समझ नहीं कि क्या हो रहा है, लेकिन एक सूखा लकड़ी कैसा टूट जाता है वैसा एक आवाज मैंने सुना. നിയന്ത്രണം തെറ്റി ഞാൻ താഴെ വീണു. मैं नियंत्रण बैलेंस नहीं रहा और मैं नीचे गिर गया. എൻ്റെ കണ്ണിനകത്തേക്ക് ഇരുട്ട് കയറി.
मेरे आंखों के सामने अंधेरा आ गया। ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ 2 सेकंड के बाद जब मैं आंखें उठाकर देखा ഞാൻ നിലത്ത് എൻ്റെ വീടിന്റെ മുറ്റത്ത് പൂഴിമണ്ണിൽ കിടക്കുകയാണ്. तो मैं घर के सामने उस मिट्टी पर नीचे गिरा पड़ा है। എൻ്റെ വലത് കാല് ഈ രോഗാതുരമായ ഭാഗം വെച്ച് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി. मेरा जो पैर था, राइट लेग, जहाँ पर वो बीमार हुआ था, वो 2 में अलग हो गया, മുറിവുണ്ടായിരുന്ന ഭാഗത്തൂടെ എൻ്റെ കാലിൻ്റെ ഒടിഞ്ഞ അസ്ഥികളെല്ലാം പുറത്തു വന്ന് ആ പൂഴിമണ്ണിൽ ഇങ്ങനെ കുത്തി മണ്ണും ബ്ലഡും മാംസ കഷ്ണങ്ങളും എല്ലാമായിട്ട് ഇങ്ങനെ ചേർന്നൊരു ഒരു ഒരു വാഹനം ഒരാളുടെ ശരീരത്തൂടെ കയറിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണോ അതേപോലെ ഒരവസ്ഥയിൽ എൻ്റെ കാലാകപ്പെട്ടു. तो जब मैं आँख खोलकर देखा तो मेरे पैर की हड्डी टूटने के वजह से वो हड्डी बाहर आकर उस मिट्टी के साथ मिलकर एक अलग ही, और वुंड खुला था और उस वजह से वुंड के अंदर से वो हड्डी बाहर आई और वो मिट्टी में ऐसा फंस कर ऐसा मिला गुला पड़ा हुआ मैंने देखा. എൻ്റെ നിലവിളി കേട്ട് ഓടി വന്നവർ പലരും अनकॉन्शियस आई അവിടെ മറിഞ്ഞു വീണു. मेरे रोना सुनकर जो लोग दौड़ कर आए थे वो बेहोश होकर वहाँ पर गिर गए. അവിടെ കൂടിയവരിൽ ചിലർ ആംബുലൻസ് വിളിച്ചു. എത്രയും പെട്ടെന്ന് എന്നെ അവര് അവിടെ വന്ന് വല്ലാതെ പ്രയാസപ്പെട്ട് ഒരു തലേണയുടെയൊക്കെ പിൻബലത്തിൽ വല്ല വിധേനയും എന്നെ എടുത്ത് വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. और वहाँ पे जो लोग आए थे वो बहुत ही मुश्किल से उठाकर पैर के नीचे तकिया वगैरह रख कर बहुत ध्यान से मुझे एम्बुलेंस में डालकर हॉस्पिटल में लेकर गए. തിരുവനന്തപുരത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു. ट्रिवांड्रम के प्राइवेट हॉस्पिटल पर मुझे शिफ्ट किया गया. ഇനിയും നിങ്ങളെ കൂടുതൽ ഭീകരാവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. मैं आपको और भयानक अवस्था पर मैं नहीं बोलना चाहता. എനിക്കൊരല്പം പേടിയുണ്ട് ഇതൊക്കെ പറയാൻ. मेरे को थोड़ा डर है ये सब बोलने के लिए. ഇങ്ങനെയൊക്കെ ചിലടത്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലർക്ക് അത് താങ്ങാൻ പറ്റുകയില്ല. ये सुनते समय कुछ लोग इसको रिसीव नहीं कर पाएंगे, सुन नहीं पाएंगे. അങ്ങനെ ചില വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. ऐसा कुछ भयानक अवस्था भी मेरे जीवन में है. അതുകൊണ്ട് ഞാൻ അതിന്റെ ഭീകരതയിലേക്ക് കടക്കുന്നില്ല. तो मैं उसके उस भयानक अवस्था में नहीं बोल रहा. പ്രിയരെ, 2018 എന്ന് പറയുന്ന that whole year I was bedridden. 2018 वो पूरा साल में बेड रिडन था. എൻ്റെ എല്ലാ ദൈനംദിന ആവശ്യങ്ങളും എൻ്റെ മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയൊക്കെ സഹായത്താൽ സാധിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിൽ ഒരു വർഷം മുഴുവൻ ഞാൻ കഴിച്ചു കൂട്ടേണ്ടി വന്നു. मैं वो पूरा 1 साल मेरे को दूसरों के डिपेंडेंट होके मुझे ऐसा रहना पड़ा. മനുഷ്യസാധ്യമായ എല്ലാ വൈദ്യശാസ്ത്ര പരിപാടികളും എൻ്റെ വലങ്കാലിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ചെയ്തു കൂട്ടി. साइंस के तौर पे ट्रीटमेंट जो कुछ कर सकते थे सब कुछ मेरे उस राइट पैर के लिए किया गया. അതിൻ്റെ ഭൗതിക തലങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. मैं उसके भौतिक तौर से कुछ बोलना नहीं चाहता. ചുരുക്കി പറഞ്ഞാൽ, अगर मैं संक्षिप्त में बताऊं, ഞാൻ ആസാദിയിൽ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം വീണ്ടും 2 ശസ്ത്രക്രിയകളോട് എനിക്ക് ചെയ്യേണ്ടി വന്നു. आज़ादी में टेस्टमनी बोलने के बाद भी 2 ऑपरेशंस मुझे करना पड़ा. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ जब मैं आपके सामने खड़ा हूँ, എനിക്ക് 35 വയസ്സുണ്ട്. 35 साल का हूँ. കണ്ടാൽ എത്ര പറയും? देखेंगे तो कितना कहोगे? താത്തേ പറയാവൂ ആരെങ്കിലും പറയുന്നെങ്കിൽ. ഈ 35 വയസ്സിനിടയ്ക്ക് ये 35 साल के अंदर 20 ശസ്ത്രക്രിയകൾക്ക് ഞാൻ വിധേയനായി. 20 सर्जरी मेरे जीवन में हुआ है. 8 ആശുപത്രികളിലെ പേഷ്യൻ്റ് ആയിട്ടുണ്ട് ഞാൻ. 8 हॉस्पिटल्स के पेशेंट मैं बन चुका हूँ. ഇൻക്ലൂഡിങ് CMC വെല്ലൂർ, തിരുവനന്തപുരം പട്ടണത്തിലെ വലിയ मेगा हॉस्पिटल പലതും അടക്കം. CMC वेलोर और ट्रिवांड्रम के बड़े बड़े बहुत सारे हॉस्पिटल्स में मेरा एडमिट हुआ पड़ा है. എത്രയോ ഭീകരമായ ഭയപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. बहुत सारे भय दिलाने वाले वेदनाजनक बातें. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. मैं मेरे बातों यहाँ रोकना चाहता हूँ. ദൈവദാസൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നു. परमेश्वर के दास जब यहाँ पर खड़े होकर बोल रहे थे तो पवित्र आत्मा मुझसे बात कर रहा था. ശരീരത്തിനേറ്റ വേദനയേക്കാൾ എത്രയോ ഭീകരമായിരുന്നു കൂടെ നിൽക്കാൻ കടപ്പെട്ട പലരുടെയും തള്ളിപ്പറച്ചിലുകളും കുറ്റം പറച്ചിലുകളും അപമാനിക്കലും പരിഹാസങ്ങളും ഒക്കെ. साथ में रहने
उस शरीर में होने वाली वेदना से बढ़कर थी वो वेदना जो लोग साथ में रहना चाहिए था। वे लोग जब हमारी निंदा कहते हैं, जो हम साथ नहीं देते हैं और जब हमारी बुराई करते हैं। പരിമിതിയുടെ ലോകത്തേക്ക് ഞാൻ തള്ളപ്പെടും എന്ന് ഉറപ്പായപ്പോൾ सीमाओं के इस दुनिया में मैं नष्ट हो जाऊंगा जब मुझे ऐसा लग रहा था। ചിലരൊക്കെ ഉറപ്പിച്ചു വലിയ താമസമില്ലാതെ ഞാൻ കുടിയിലേക്ക് പോകുന്നു. कुछ लोगों ने निश्चय जान लिया कि कुछ समय के बाद इन्हें अभी इनकी मृत्यु हो जाएगी। ഒറ്റ അനുഭവം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. सिर्फ एक बात कहकर मैं यहाँ पर रोकना चाहता हूँ। ഞാൻ ഈ ഭീകരമായ അവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ मैं इस भयानक अवस्था से जब मैं गुजर रहा था, എൻ്റെ ഈ ലെഫ്റ്റ് ലെഗിൻ്റെ തൈസിൽ നിന്ന് പലതവണ മാംസം സർജറി വഴിയായിട്ട് പ്ലാസ്റ്റിക് സർജറി നടത്തി ഇവിടുന്ന് എടുത്ത് ആ കാലെ വെച്ച് പിടിപ്പിച്ച് ഒത്തിരി സർജറികൾ ചെയ്തു. तो कई बार मुझे लेफ्ट थाई से वहाँ से स्किन को निकाल कर बाईप्लास करके यहाँ पर जो है वो ग्राफ्टिंग के लिए सर्जरी के लिए लेना पड़ता था। ഈ വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ച കാലയില് റേഡിയേഷൻ ചെയ്തു പോയത് കൊണ്ടാണ് എനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിക്കേണ്ടി വന്നത്. तो रेडिएशन की वजह से मुझे बहुत स्ट्रगल करना पड़ा है। അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കാലയില് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് കാൽ അഴുകുമായിരുന്നു. इसके लिए बीच बीच में इन्फेक्शन होकर वो वुंड सड़ जाता था। കാൽ അഴുകുമ്പോൾ ഭയങ്കര സ്മെല്ല് വരും. जब सड़ जाती है तो बहुत भयानक स्मेल आती है। ഈ സ്മെല്ല് ഒത്തിരി പുറത്ത് വരാതിരിക്കാൻ എൻ്റെ വീട്ടിലെ റൂമിനകത്ത് പരമാവധി സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് ഡിഫ്യൂസറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. तो ये स्मेल बाहर नहीं जाने के लिए घर के अंदर ऐसा ये स्प्रेज वगैरह रखा हुआ है। എന്നാലും ഒരു പരിധിക്കപ്പുറം അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയത്തില്ല. फिर भी एक सीमा से बढ़कर उसको हम नियंत्रण नहीं कर पाते थे। ഒരു ദിവസം എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നൊരു ദൈവദാസൻ एक बार मेरे घर पे मेरे लिए प्रार्थना करने के लिए आए परमेश्वर का दास, അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് എൻ്റെ റൂമിലേക്ക് കാല് ചവിട്ടാൻ നേരം वो प्रार्थना करने के लिए जब पैर वो मेरे कमरे पर रखने लगा, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് എൻ്റെ കാലിൽ നിന്നുള്ള ദുർഗന്ധം വമിച്ചു. वो जो बदबू थी वो उनके नाक पर आया। അദ്ദേഹം വെച്ച കാല് പുറകോട്ട് വെച്ചു. उन्होंने वो कदम पीछे रख दिया। ഞാനത് മനസ്സിലാക്കാതിരിക്കാൻ പരമാവധി പുള്ളി അഡ്ജസ്റ്റ് ചെയ്തു. मैं नहीं समझने के लिए उन्होंने वो थोड़ा सा कोशिश किया छिपाने का, എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. लेकिन वो उन्होंने वहाँ पर खड़े होकर एक प्रार्थना किया। അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെ, കർത്താവേ വേഗത്തിൽ അങ്ങയുടെ ഹിതം നിറവേറണേ. उन्होंने ऐसा प्रार्थना किया कि जल्दी से तेरी इच्छा पूरी हो जाए। അദ്ദേഹം പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. उन्होंने प्रार्थना करने का मतलब कि आप समझ पाए मैं नहीं जानता। എനിക്കൊരു മിക്സഡ് ഫീലിംഗ് ആണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ഉണ്ടായത്. मेरे को एक मिक्स्ड फीलिंग उनकी प्रार्थना से हुई है। എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. उनकी प्रार्थना परमेश्वर ने नहीं सुना। ഏകദേശം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ദൈവദാസൻ 28 വയസ്സുള്ള ഒരാളുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, കർത്താവേ ഇവനെ വേഗത്തിൽ അങ്ങോട്ട് എടുത്തുകൊള്ളണമേ എന്നുള്ള അർത്ഥത്തിലാണ് പ്രാർത്ഥിച്ചത്. लगभग 60 साल का एक बुजुर्ग पास्टर एक 28 उम्र का लड़के के सामने खड़े होकर ऐसा प्रार्थना कर रहा है कि हे परमेश्वर तू जल्दी ही उसे अपने पास बुला ले। ഞാൻ വളരെ ദുഃഖത്തിൽ വളരെ എൻ്റെ ഹൃദയം വല്ലാതെ തകർന്നു പോയ ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തന്നൊരു വെളിപ്പാടുണ്ട്. उस दुख पर जब मेरा हृदय था तो परमेश्वर की आत्मा ने मुझे एक वचन दिया था। ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം അതിന്റെ 22 വാക്യം. उत्पत्ति 37 का 22. ജനസിസ് ചാപ്റ്റർ 37 വേഴ്സ് 22. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവന്റെ മേൽ കൈവെക്കാതെ മരുഭൂമിയിലുള്ള കുഴിയിൽ അവനെ ഇടുവിനെന്ന് പറഞ്ഞു. फिर रूबेन ने उनसे कहा, लहू मत बहाओ, उसको जंगल में इस गड्ढे में डाल दो और उस पर हाथ मत उठाओ। वह उसको उनके हाथ से छुड़ाकर पिता के पास फिर पहुंचाना चाहता था। ജോസഫിന്റെ പൊട്ടക്കുഴിയെ പറ്റിയാണ് നമ്മൾ അവിടെ വായിച്ചത്. यहाँ पर यूसुफ का उस जो गड्ढे के बारे में हमने पढ़ा है। പൊട്ടക്കുഴിക്കകത്ത് കിടക്കുന്ന ജോസഫിനെ പറ്റി നമ്മൾ എല്ലാവരും കാണുന്നത്
അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും തകർന്ന അനുഭവമാണ്. उस गड्ढे के अंदर पड़ा हुआ यूसुफ के बारे में हम जो देखते हैं वो सबसे नाश हुआ एक टूटापन की अवस्था है. എന്നാൽ പൊട്ടക്കുഴി ഒരു തകർച്ചയാണ്. ഏത് മനുഷ്യനും അത് നോക്കുമ്പോൾ അതൊരു തകർച്ചയാണ്. हर एक मनुष्य जब देखता है तो वो गड्ढा वो एक टूटा हुआ अवस्था ही है, वो नष्ट हुआ एक अवस्था है. എന്നാൽ ഈ വാക്യത്തിനകത്തൊരു വെളിപ്പാടുണ്ട്. लेकिन इस वचन के अंदर एक प्रकाशन है. അത് എത്ര പേർക്ക് മനസ്സിലായി? वो कितने लोग उसे समझ गए? അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട് രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവനെ എടുത്ത് പൊട്ടക്കുഴിയിലിടാൻ പറഞ്ഞു. रूबेन ने ये सोचकर उनसे बातें की कि उसको उनके हाथ से छुड़ाकर पिता के पास फिर पहुंचाना चाहता था. പറഞ്ഞാൽ മരണത്തിൽ നിന്നുള്ളൊരു നീക്കുപോക്കാണ് പൊട്ടക്കുഴിക്കകത്തുണ്ടാകുന്നത്. उसका मतलब कि लहू से मत बहाओ, मतलब मृत्यु से एक छुटकारा उस गड्ढे में हम देख सकते हैं. കൊല്ലാൻ നിൽക്കുന്ന സഹോദരന്മാരുടെ കടാരമുഖത്ത് നിന്ന് ആ കത്തിയുടെ മുമ്പിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ദൈവം രൂപന്റെ അകത്ത് കൊടുത്ത ഒരു ചിന്തയാണ് അവനെ എടുത്ത് പൊട്ടക്കുഴിയിലിടാൻ പറഞ്ഞത്. उस मरने की अवस्था से वहां से उठाकर उसको एक गड्ढा दिखा कर दिया ताकि उस मरने की अवस्था से उसे एक नया जीवन उसको वापस मिलने पाए. പൊട്ടക്കുഴി കിടക്കുന്ന ജോസഫിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവൻ തകർന്ന് തരിപ്പണമായി കിടക്കുവാന്നാ. तो वो गड्ढे पर पड़ा हुआ यूसुफ को जब हम देखते हैं तो हमें ये लगता है कि वो नष्ट हो गया है. കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ കുറിച്ച് ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരും പാസ്റ്റർമാരും ഉപദേശിമാരും എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് നീ കിടക്കുന്ന പൊട്ടക്കുഴിയാ. तो परमेश्वर ने मुझसे भी ऐसे बातें किया कि तुझे जब देखते हैं तो लोग यह देख रहे हैं कि तू अब इस गड्ढे में है, तो नष्ट हो चुका है. കർത്താവ് എന്നോട് പറഞ്ഞു, എന്നാൽ നിന്റെ ശുഭഭാവിക്ക് നേരെ വെല്ലുവിളിക്കുന്ന സംഹാരകനെ എന്നേക്കുമായി കീഴ്പ്പെടുത്തേണ്ടതിന് ചില ദിവസങ്ങൾ ഞാൻ നിന്നെ ഇതിനകത്തിട്ട് തളച്ചെങ്കിൽ ആമേ പൊന്നുപോലെ ഞാൻ പുറത്തെടുത്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയം വരും. പരിഹസിച്ചവരും നിന്ദിച്ചവരും അവമാനിച്ചവരും കളിയാക്കിയവരും എല്ലാം കാണുക നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു സമയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെ എനിക്കൊരു വെളിപ്പാട് തന്നു. इस वचन से परमेश्वर ने मुझे एक ऐसा प्रकाशन दिया कि जो लोग तुझे अभी देखकर कहते हैं कि तू नष्ट हो गया है, तेरा अभी आगे भविष्य नहीं रहा, लेकिन इन निंदा करने वालों के बीच में से तुझे उठाकर मैं एक अच्छा भविष्य देकर मैं तुझे बाहर लेकर आऊंगा. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടിടത്തു നിന്ന് കർത്താവ് എനിക്ക് പലതും തിരിച്ചു തന്നു. हे प्रियो, जहाँ पर सब कुछ नष्ट हो गया था वहां से परमेश्वर ने मुझे सब कुछ वापस दे दिया. എനിക്ക് എന്റെ കാല് നഷ്ടപ്പെട്ടു പോയി എന്നേക്കുമായി. मेरा पैर हमेशा के लिए नष्ट हो गया था. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കൃത്രിമ കാല് വെച്ചിട്ടാ. मैं आपके सामने खड़ा हूँ, वो एक आर्टिफिशियल पैर लगाकर है. എന്റെ വലത് കാല് ആർട്ടിഫിഷ്യൽ ലിംബാണ്. मेरा जो ये राइट लेग है वो आर्टिफिशियल लिम्ब है. പക്ഷെ എന്നെ അറിയാത്തവർക്ക് ആർക്കും അത് മനസ്സിലാകത്തില്ല. लेकिन जो मुझे नहीं जानते वो समझ में नहीं पाता है. എല്ലാം അവസാനിച്ച് എവിടെങ്കിലും ഒരു പെട്ടിക്കടയോ ലോട്ടറി കച്ചവടമോ നടത്തി എന്റെ കുണ്ട്ര നാട്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഒതുങ്ങുമെന്ന് ലോകം എന്നെ പറ്റി വിധി എഴുതിയപ്പോ दुनिया ने मेरे बारे में ऐसा सोचा कि सब कुछ नष्ट हो गया है, एक छोटा सा दुकान डालकर ऐसे कोने में बैठ जाएगा, ऐसा जब दुनिया ने मेरे बारे में सोचा. അന്ന് വരെ വെറും പഞ്ചായത്ത് മുക്കി മാത്രം പ്രസംഗിച്ചിട്ടുള്ള എന്നെ ദൈവം ലോകരാജ്യങ്ങളുടെ വാതിലുകൾ തുറന്ന് അവിടേക്ക് അയക്കാൻ തുടങ്ങി. उस समय केवल मैं छोटे छोटे जगह पर प्रचार करने वाला मुझे परमेश्वर ने दुनिया के कोने कोने तक बेचने लगा. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. कि एक मनुष्य के राहों पर अगर परमेश्वर प्रसन्न हुआ तो उसके मार्गों को वो एस्टैब्लिश करने वाला परमेश्वर आज भी जीवित है. ഇന്ന് കാണുന്ന എന്റെ ആത്മീക ശുശ്രൂഷയുടെ ഇന്നത്തെ തലത്തിലേക്ക് ഞാൻ വരുന്നതിന് ദൈവദാസന്റെ ശുശ്രൂഷകളും അദ്ദേഹത്തിന്റെ ചാനലും അതിന്റെ ഇമ്പാക്റ്റും വളരെ വലുതായിരുന്നു. आज के मेरे जीवन में सेवकाई में जो उन्नति हुई है वो परमेश्वर के दास का सेवकाई और उनका चैनल का जो प्रभाव बहुत बड़ा था. ഇങ്ങനെ തകർന്നുപോയ എന്റെ ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതം ഉണ്ടായപ്പോഴാണ് ഞാൻ അവിടെ നിന്നൊരു സാക്ഷ്യം പറഞ്ഞത്. അത് എന്നെ കുറ്റം പറഞ്ഞ 10-20 പേരെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണെങ്കിലും
20 പേരെ ഉദ്ദേശിച്ച് പറഞ്ഞത് 20 ലക്ഷത്തിലധികം ആൾക്കാരെ ദൈവം കേൾപ്പിച്ചു. तो जब मेरा शादी का जब रिश्ता आ रहा था तब मैंने गवाही का मुझे दोष देने वाले 20 लोग सुन रहे थे, लेकिन परमेश्वर ने वो केवल 20 लोग को नहीं, उससे 20 लाख लोगों तक मेरी गवाही पहुंचाई. നിങ്ങളെ ആരെങ്കിലും കുറ്റമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരോട് പിണങ്ങരുത് കേട്ടോ. अगर कोई आपको दोष देता है, निंदा करता है, तो उनसे अपने राज मत होना. അവരുണ്ടെങ്കിലേ നിങ്ങൾക്ക് വളരെ आमेन आमेन आमेन. अगर वो है तो ही हम बढ़ पाते हैं. പെനീന ഉണ്ടായതുകൊണ്ടാ ഹന്ന പ്രാർത്ഥനാ മുറി കയറിയത്. एक पेनीना थी, उस वजह से हन्ना प्रार्थना करने लगी है. മക്കളില്ലാത്തതിന്റെ ദുഃഖമൊന്നും ഹന്നായിക്കില്ലായിരുന്നു. जो बच्ची नहीं थी वो दुख हन्ना को ज्यादा नहीं था. ഏൽക്കാനെ ഇരട്ടി ഓഹരി കൊടുക്കും. അവർക്ക് എന്തോ പിള്ളേരെ വളർത്തേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒന്നും ചെയ്യണ്ട. എനിക്കിപ്പോ 2 കുഞ്ഞുങ്ങളുണ്ട്. लेकिन एल्काना इतना प्यार देता था उसको, तो उसको बच्ची नहीं थी, उसको दर्द नहीं था, फिर उसको जरूरत ही नहीं था कुछ. പിള്ളേരെ വളർത്തുന്ന ബുദ്ധിമുട്ട് അവർ വളർത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം. जो बच्चों को बढ़ाते हैं वो दिक्कत उनको ही पता है, जो बच्चों को बढ़ाते हैं. വളർത്തിയവരായിരിക്കുന്നവരെല്ലാം बढ़ाए हुए लोग यहाँ पर बैठे हैं. ഹന്നയെ സംബന്ധിച്ച് പിള്ളേരെ വളർത്തേണ്ട ബുദ്ധിമുട്ടും ഇല്ല, ഇഷ്ടം പോലെ ചാപ്പാട്, ഇരട്ടി ഓഹരി, എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. हन्ना के बारे में कहा जाए तो बच्चों को बढ़ाने का कोई दिक्कत नहीं, खाना है, पीना है, अच्छा पति है, फिर सब कुछ उसके पास था. എന്നാൽ പെനീന കുറ്റം പറഞ്ഞപ്പോൾ ഹന്ന പ്രാർത്ഥനാ മുറി കയറി. लेकिन जब पेनीना जब उसके बारे में दोष देने लगी तो वो प्रार्थना के कमरे में गई. എന്റെ ഭാഷയിൽ ഞാൻ പറയാം, ഇസ്രായേലിന്റെ രാഷ്ട്രപതിയായ ശമൂവേലിനെ ദൈവം പുറത്തു കൊണ്ടുവന്നത് പെനീനയുടെ കുത്തുകൊണ്ടാ. आमेन. मैं तो मेरी भाषा में ऐसा कहूंगा कि इस्राएल का जो राष्ट्रपति जो शमूएल इसलिए बाहर आया कि वो पेनीना वहां पर दोष दे रही थी. പ്രിയമുള്ളവരെ, വിളിച്ച ദൈവം വിശ്വസ്തനാ. हमें बुलाया हुआ परमेश्वर അവൻ विश्वासयोग्य ഒരു है. കാലത്തും നമ്മെ ഉപേക്ഷിക്കത്തില്ല. वो किसी भी हाल पर हमें छोड़ेगा नहीं. ആമേൻ. ദൈവം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് വേണമെന്ന് നിർബന്ധമില്ല. अगर परमेश्वर ने कहा है कि तुमको चलाऊंगा तो पैर होना जरूरी नहीं है. അതിന്റെ ജീവിക്കുന്ന സാക്ഷിയാ ഞാൻ. ये मैं जीवित गवाही हूँ. എനിക്ക് ഭാര്യയുണ്ട്. मुझे एक पत्नी है. 3 ഉം 1 വയസ്സുള്ള നല്ല ചുണക്കുട്ടന്മാരായ 2 ആൺകുഞ്ഞുങ്ങളും ഉണ്ട്. 30 साल का और पहला साल का, 3 उम्र का और पहला 1 साल का 2 बच्चे मेरे साथ എന്നെ हैं. എഴുതി തള്ളിയ സമൂഹത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. मुझे जिन्होंने दोष दिया था उनके सामने मैं गर्व के साथ बाइबल उठाकर मैं जी रहा हूँ. ഇതിനെല്ലാം കാരണം എന്റെ അകത്ത് വന്ന് വസിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. ये सब का वजह मेरे अंदर काम किया हुआ पवित्र आत्मा का गुण है. അതിനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. इसलिए हम अपने आप को समर्पण करेंगे. परमेश्वर हमें आशीष दे. ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ ദൈവദാസനും സഭയ്ക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. सेवकाई में समय दियो परमेश्वर के दास और कलीसिया को मैं धन्यवाद देता हूँ. दीजिए. आमेन आमेन आमेन. हालेलुया. हालेलुया. प्रभु से कुछ भी असंभव नहीं. ദൈവത്താൽ ഒന്നും അസാധ്യമല്ല. दास को और भी उपयोग करने के लिए हम प्रार्थना करें. ദേവദാസനെ ഇനിയും ദൈവം ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. सब खड़ा होकर എല്ലാവർക്കും എണീറ്റ് നിന്ന് सिर्फ 2 मिनट गाना के लिए. 2 മിനിറ്റ് മാത്രം പാട്ടിന്. हालेलुया. सिर्फ 2 मिनट. 2 മിനിറ്റ്. परमेश्वर दास को भी अलग अलग जगह में प्रभु उपयोग कर रहे हैं. ദേവദാസനെ ദൈവം വിഭിന്നമായ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. जब मैंने क्यूवेट में गया, दोनों बार क्यूवेट में पास्टर को मिला था. ഞാൻ കുവൈറ്റ് 2 പ്രാവശ്യം പോയപ്പോൾ 2 പ്രാവശ്യവും ഞാൻ പാസ്റ്റർ അവിടെ കണ്ടു. आप भी जाने वाला है. ഇനിയും പോകും. ആമേൻ ആമേൻ देखो, ആമേൻ. पैर का जरूरत नहीं है परमेश्वर के लिए ആമേൻ भागने ആമേൻ. की. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഓടേണ്ടത് കാല് വേണമെന്ന് ആവശ്യമില്ല. अगर परमेश्वर ने वायदा दिया चलाओ, तो ആമേൻ वो चलाने ആമേൻ. वाला है. ദൈവം നടത്തുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ നടത്തിയിരിക്കും. रूबन कहा पापा का घर में इसको मैं लेके जाएगा. रूबन कहा पापा का घर में इसको मैं റൂബൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ വീട്ടിൽ അവനെ मैं കൊണ്ടുപോകും. शुरुआत में ही कहा पापा का घर में हमें वापस पहुंचना है. ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, പിതാവിന്റെ വീട്ടിൽ നമുക്ക് കടന്നു ചെല്ലണം. दुनिया तोड़ने से पहले, उस मटका दुनिया तोड़ने से पहले ആ കലം ആ കലശം ഇട്ട് പൊട്ടിക്കുന്നതിന് മുൻപ് पापा തന്നെ भाग के आके आलिंगन करेगा. പാപ്പ ഓടി വന്ന് നമ്മളെ जूइश रिचुअल को कहते हैं कजासा. ജൂയിഷ് റിച്വൽസിനെ പറഞ്ഞ പേര് ഖസാസ. उस मटके को कहते हैं खजाजा. ആ മടക്കെ പറയുന്ന പേര് ഖസാസ. खजाजा का मतलब क्या है? मतलब में ഖസാസയുടെ അർത്ഥം എന്താ? നിങ്ങളെ തള്ളിയിരിക്കുന്നു. विलेज में अभी तेरा प्रवेशन नहीं है. ഈ ഗ്രാമത്തിൽ നിനക്ക് ഇനി പ്രവേശനമില്ല. लेकिन उससे पहले पापा आके आलिंगन किया. പക്ഷെ അതിനു മുമ്പ് തന്നെ പിതാവ് വന്ന് കെട്ടിപ്പിടിച്ചു. गांव वाला भाग के आने से पहले पापा आके आलिंगन किया. ഗ്രാമത്തിലെ ആൾക്കാർ ഓടി വരുന്നതിന് മുൻപ് തന്നെ പിതാവ് വന്ന് കെട്ടിപ്പിടിച്ചു. Back to father's house. पिता के घर पर लौट आओ. Back to father's पिता house. के घर पर लौट आओ. एक से प्रार्थना करेगा. Hallelujah. Back to father's house. Father's लेकिन Day, हमें सबसे अच्छा पिता है.
പക്ഷെ നമുക്ക് ഏറ്റവും നല്ലൊരു പിതാവുണ്ട്. दुनिया का पिता लोगों से बढ़कर प्यार करने वाला स्वर्गीय पिता. എല്ലാവരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ്. अपने जीवन में खसासा तोड़ने से पहले हमें आलिंगन किया स्वर्गीय पिता. നമ്മുടെ ജീവിതത്തിന്റെ ഖസാസ പൊട്ടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെ കെട്ടിപ്പിടിക്കുന്ന ഒരു പിതാവ്. तेरे चरणों में ही रहूंगा मेरे प्यारे यीशु पे तू जो कह दे मैं करूंगा तेरे राहों पर मैं चलूंगा तेरे चरणों में ही रहूंगा मेरे प्यारे यीशु पे आराधना यीशु तुझे जो